ചെറിയൊരു വിചിന്തനത്തിലൂടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. വേർ ഡു യു ബിലോങ്, നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ഒന്ന് കാറ്റിൽ ക്ലാസ് എന്ന് ആളുകൾ വിളിക്കുന്ന ഈ സ്ക്രീനിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ടാവും. ഒരു ഫ്ലൈറ്റിലെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് കാണാൻ പറ്റുന്നുണ്ടാവും. ആളുകൾ വളരെ തിരക്കിയാണ് നിൽക്കുന്നത്. അതേ സമയത്ത് മറ്റൊരു എലൈറ്റ് ക്ലാസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ബിസിനസ് ലെവലിലുള്ള ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതിൽ ഏത് രീതിയിലാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത്? കാറ്റിൽ ക്ലാസ് എന്നറിയപ്പെടുന്ന ഒരു മേഖലയാണോ, അതല്ല എലൈറ്റ് ക്ലാസ് എന്നറിയപ്പെടുന്ന മേഖലയാണോ നമ്മൾ ഉള്ളത് എന്നുള്ള ചോദ്യത്തോടെ നമ്മൾ ആരംഭിക്കുന്നത്. എന്താണ് കാറ്റിൽ ക്ലാസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, പണ്ടൊരു യൂണിയൻ മിനിസ്റ്റർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ട്വിറ്ററിൽ, അബ്സല്യൂട്ട്ലി ഇൻ കാറ്റിൽ ക്ലാസ് ഓഫ് സോളിഡാരിറ്റി കുറച്ച് പോയിന്റിൽ പറയുന്ന സമയത്ത് കാറ്റിൽ ക്ലാസ് എന്ന വാക്ക് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. കാറ്റിൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഒരു കന്നുകാലി കൂട്ടം എന്നൊക്കെ നമുക്ക് പറയുന്ന രീതിയിലുള്ള ഒരു പാവപ്പെട്ട ആളുകളെ, അല്ലെങ്കിൽ തൊഴിലാളി വർഗത്തെ, അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങളെ, ആളുകൾ പ്രത്യേകിച്ച് ഒരു ഹയർ ലെവലിൽ നിൽക്കുന്ന ആളുകളൊക്കെ പൊതുവെ കളിയാക്കി വിളിക്കുന്ന ഒരു പേരാണ് കാറ്റിൽ ക്ലാസ് എന്നുള്ളത്. അതങ്ങനെ ഒരു ബ്രാൻഡഡ് നെയിമായിട്ട് മാറിയിട്ടുണ്ട്. ഒന്നോ രണ്ടോ ആളുകൾ എന്നല്ല, പൊതുവെ ആളുകൾ ആ ഒരു സിസ്റ്റത്തെ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തികളെ, തൊഴിലാളി വർഗത്തെ പൊതുവെ കാറ്റിൽ ക്ലാസ് എന്ന് വിളിച്ചിട്ട് രീതിയിൽ പറയാറുണ്ട്. ഒരു യൂണിയൻ മിനിസ്റ്റർ ഇതുപോലെ പണ്ട് അദ്ദേഹത്തിന്റെ എക്കണോമിക് ക്ലാസ്സിൽ യാത്രക്കാരുമായിട്ട് അദ്ദേഹം ഒരു നേരത്തെ ഫോട്ടോ കണ്ടപ്പോഴുള്ള ആ ഒരു കാറ്റഗറിയിലുള്ള എക്കണോമിക് ക്ലാസ്സും, നമുക്കറിയാം ബിസിനസ് ക്ലാസ്സും എക്കണോമിക് ക്ലാസ്സും ഒക്കെ ഉണ്ട്. ആ സമയത്ത് എക്കണോമിക് ക്ലാസ് എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ യാത്ര ചെയ്യുന്ന ആളുകളെ, യാത്രക്കാരെ അദ്ദേഹം ഒരു കാറ്റിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു കന്നുകാലി കൂട്ടത്തോട് ഉപമിച്ചുകൊണ്ട് പണ്ട് ഒരു കമന്റ് ഇട്ടിരുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹം അത് ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്തെങ്കിലും പിന്നീട് അദ്ദേഹം അതിൽ അപ്പോളജൈസ് ചെയ്തു, അതായത് മാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പൊതുവെ അത്തരത്തിലുള്ള ആളുകൾ, കുറച്ചൊരു ഹയർ ലെവലിൽ ജീവിക്കുന്ന ആളുകൾ എപ്പോഴും സാധാരണക്കാരായ ആളുകളെ ആ രീതിയിലാണ് അഭിസംബോധന ചെയ്യാറുള്ളത് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ തൊഴിലാളി വർഗം തന്നെയാണ്, സാധാരണക്കാരായ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളെയാണ് ആളുകൾ അങ്ങനെ വിളിക്കുന്നത്. അവരുടെ ഇന്റേണൽ ടോക്കിൽ അവർ പലപ്പോഴും സംസാരിക്കുന്ന സമയത്തൊക്കെ ഈ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരക്കാരെ അഭിസംബോധന ചെയ്യാറുള്ളത് എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു കാറ്റൽ ക്ലാസ്സിലാണോ ഉൾപ്പെടുന്നത്, അതല്ല നമ്മൾ എലൈറ്റ് ക്ലാസ്സിലാണോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണഗതിയിൽ നമുക്കറിയാം പല സ്ഥലങ്ങളും കോൾ വരാറുണ്ട്, പല കോളുകൾ മാർക്കറ്റിംഗ് കോളൊക്കെ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ എലൈറ്റ് ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന മാർക്കറ്റിംഗ് കോളുകൾ JW മാരിയറ്റ്, അതുപോലെ തന്നെ മെഴ്സീഡസ് ബെൻസ് ഒക്കെ പോലുള്ള കമ്പനികളിൽ നിന്ന്. JW മാരിയറ്റിനെ സംബന്ധിച്ചോളം അവരുടെ ഹോട്ടലിൽ, 5 സ്റ്റാർ ഹോട്ടലുകളും മറ്റുമൊക്കെ മെമ്പർഷിപ്പ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു മെഴ്സീഡസ് ബെൻസ് പർച്ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ മോഡൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ തൊട്ടടുത്തുള്ള ഷോറൂമിൽ നിന്നൊക്കെ ഇടയ്ക്ക് നിങ്ങൾക്ക് കോൾ വരാറുണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ എലൈറ്റ് ക്ലാസ്സിലാണ് ഉള്ളത് എന്നുള്ളതാണ്. ഇനി അങ്ങനത്തെ കോളുകളൊന്നും സാധാരണ നിങ്ങൾക്ക് വരാറില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അംഗീകരിച്ചേ പറ്റുകയുള്ളൂ. സ്വാഭാവികമായിട്ടും നമ്മൾ പലപ്പോഴും നമ്മൾ ഫിനാൻഷ്യലി അത്ര സ്റ്റേബിളായ ഒരു സ്റ്റേജിലായിരിക്കുകയില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഒരു എലൈറ്റ് ക്ലാസ് എന്ന് വിളിക്കപ്പെടാനുള്ള യോഗ്യതയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ എന്തിനാണ് ഓണ്ടർപ്രണർ ആവുന്നത് എന്നുള്ള ഒരു നമ്മളെ VOP നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഒരു സാധാരണക്കാരനിൽ നിന്ന് എംപ്ലോയി, സെൽഫ് എംപ്ലോയി കാറ്റഗറിയിൽ നിന്ന് ഒരു ബിസിനസ്മാൻ, ഇൻവെസ്റ്റർ കാറ്റഗറി അഥവാ ഒരു ഓണ്ടർപ്രണർഷിപ്പിലേക്ക് മാറുന്നതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ റോബർട്ട് T. കിയോസാക്കിയുടെ ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ് കട പരിചയപ്പെടുന്നുണ്ട്. VOP വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിരുന്ന വിഷയമാണ്. ഒരു എംപ്ലോയി, സെൽഫ് എംപ്ലോയി ലെഫ്റ്റ് ക്വാഡ്രന്റിൽ നിന്ന് റൈറ്റ് ക്വാഡ്രന്റിലേക്ക് മാറുക, ഒരു ഓണ്ടർപ്രണറായി മാറുക എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെയാണ് അതിന്റെ യഥാർത്ഥ ഒരു ആവശ്യകത നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തിനാണ് നമ്മൾ ഓണ്ടർപ്രണർ ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ നിലവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധാരണക്കാരന്റെ ലൈഫിൽ നിന്ന് ഒരു പുതിയ ലൈഫിലേക്ക്, ഒരു എലൈറ്റ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ ആ മാറാനുള്ള അവസരമാണ് ഓണ്ടർപ്രണർഷിപ്പ്, അല്ലെങ്കിൽ ഒരു സംരംഭകത്വം, അല്ലെങ്കിൽ സംരംഭകനാവുക എന്നുള്ളത്. നമ്മുടെ VOP പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു പോയിന്റ് ആയിരുന്നു. എല്ലാവരും VOP അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ആ ഒരു ഓണ്ടർപ്രണർ ലെവലിലേക്ക് എന്തിനു മാറണം, എന്തിനു സംരംഭകനാവണം എന്നതിന് ഒരുപാട് പോയിന്റുകൾ പറയുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഓണ്ടർപ്രണർഷിപ്പ് നല്ല ബെസ്റ്റ് കരിയർ എന്നൊക്കെ നമ്മൾ VOP ചർച്ച ചെയ്തതാണ്. നല്ലൊരു കരിയറായിട്ട് ഓണ്ടർപ്രണർഷിപ്പ് എടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓണ്ടർപ്രണർ ആവുന്നതുകൊണ്ടുള്ള പ്രധാന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, പഴയ ലൈഫിൽ നിന്ന്, നമ്മളിപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആ പഴയ ലൈഫിൽ നിന്ന് ഒരു പുതിയ ലൈഫിലേക്കുള്ള, ഒരു എലൈറ്റ് ക്ലാസ്സിലേക്കുള്ള ഒരു മാറ്റമാണ് നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നത് എന്നുള്ളത്. സ്വാഭാവികമായിട്ടും നിങ്ങൾ ഓണ്ടർപ്രണർ ആണെന്നുണ്ടെങ്കിൽ, ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞാൽ സക്സസ്ഫുൾ ഓണ്ടർപ്രണർ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ എലൈറ്റ് ക്ലാസ്സിലാണ് നിങ്ങൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. എനിക്ക് എലൈറ്റ് ക്ലാസ്സിലേക്ക് മാറാനുള്ള ഒരു അവസരം കൂടിയാണ് ഒരു സക്സസ്ഫുൾ ഓണ്ടർപ്രണർ ആവുന്നതോടെ നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതല്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ സക്സസ്ഫുൾ ഓണ്ടർപ്രണർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണെന്നില്ല, നമ്മൾ അതല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ റാറ്റ് റേസിൽ പെട്ടുപോയിരിക്കുക എന്നതാണ്. റാറ്റ് റേസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും, നമ്മുടെ നാട്ടിൽ എല്ലാവരും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളുന്നില്ല.
ഒരു ചൊല്ലാണ്. നമ്മൾ പഴഞ്ചൊല്ല് എന്നൊക്കെ പറയുന്ന പോലെ ഈ സിസ്റ്റമാണ് റാറ്റ് റേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സാധാരണക്കാരുടെ ജീവിതം, അവർ ഒരു എന്താ പറയാ, ഒരു എലിയെ പോലെയാണ് അവരുടെ ജീവിതം എന്നുള്ളതാണ്. അവർ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഒരു അറ്റമില്ലാത്ത ഓട്ടം എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ പലപ്പോഴും പറയുന്നത്, നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടം എന്ന് പറയാറുണ്ടല്ലോ. ഏകദേശം അതിന് തുല്യമായ മറ്റൊരു വാക്കാണ് ഈ റാറ്റ് റേസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന് രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്നത് നമ്മൾ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഓടി 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 പലപ്പോഴും നമ്മൾ ഒരു പഠിക്കുന്ന സമയത്ത് നമ്മൾ ഓട്ടം ആരംഭിക്കുകയാണ്. ക്ലാസ്സിൽ ഒന്നാമനാവുമ്പോൾ ഓട്ടമായിരുന്നു ആദ്യം എന്നുണ്ടെങ്കിൽ അത് ഓടി ഓടി ഒരുപാട് ഡിഗ്രിയിലൊക്കെ കഴിഞ്ഞ് പഠനം കഴിഞ്ഞപ്പോൾ പിന്നീട് അതിന്റെ ഓട്ടം നമ്മൾ കരുതി പഠനം കഴിഞ്ഞാൽ എല്ലാം തീർന്നു എന്ന് കരുതി. പക്ഷെ പിന്നീട് മനസ്സിലായത് പഠനം കഴിഞ്ഞുകൊണ്ട് കാര്യമില്ല, ഇനി നല്ലൊരു ജോലി വേണം. പിന്നെ അദ്ദേഹം ജോലിക്ക് വേണ്ടി ഓടുകയാണ്. ഒരുപാട് ഇന്റർവ്യൂകളും മറ്റും ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആ ജോലിക്ക് വേണ്ടിയുള്ള ഓട്ടം അവസാനിക്കുന്നത് നല്ല ജോലി കിട്ടി എന്ന് കരുതി നല്ല സമാധാനത്തിൽ ചെല്ലുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കുന്നത് ജോലി കിട്ടി, പക്ഷെ എന്റെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല. ഇനി എനിക്ക് ഇപ്പൊ കിട്ടുന്ന സാലറി 15,000 10,000 25,000 ഒരു സാലറി സ്റ്റാർട്ടിങ് കിട്ടുന്നുണ്ടാവും. അവിടെ എത്തുമ്പോൾ അദ്ദേഹം മനസ്സിലായത് അവിടെയും വലിയൊരു കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ട് സ്കൂളിൽ നടന്ന പോലത്തെ ഒരു കോമ്പറ്റീഷൻ ഇവിടെയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും ആരാണ് നല്ല നല്ല എംപ്ലോയി ആരാണോ അവർക്ക് പ്രൊമോഷൻ കിട്ടും, അവർക്ക് നല്ല സാലറി ഹൈക്ക് കിട്ടും. അപ്പൊ ഞാനും നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെച്ചാല് മറ്റുള്ള എന്റെ കൂടെ ഓടുന്ന മറ്റുള്ള ആളുകളുടെ കൂടെ ഓടി ജയിച്ചാൽ മാത്രമേ എനിക്ക് അടുത്ത ലെവലിലേക്ക് പ്രൊമോഷൻ കിട്ടുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം അതിനുവേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം സാലറി കൂടി കിട്ടുമ്പോൾ കുട്ടി അപ്പോഴേക്ക് അതിന്റെ കല്യാണം കഴിഞ്ഞപ്പോൾ വീണ്ടും ചെലവുകൾ വർദ്ധിപ്പിക്കുകയാണ്. വീണ്ടും അദ്ദേഹം അടുത്ത ലെവലിലേക്കുള്ള ഒരു പ്രൊമോഷൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് അദ്ദേഹം കല്യാണം കഴിഞ്ഞതിന്റെ ഭാഗമായിട്ട് കുട്ടികൾ ഉണ്ടാവുന്നു, അവരുടെ പഠനം, അങ്ങനെ ഒരുപാട് എക്സ്പെൻസുകൾ. അദ്ദേഹം സ്വന്തമായിട്ട് വീടെടുത്ത് ലോൺ എടുത്ത് വീടെടുക്കേണ്ട അവസ്ഥ. അതുപോലെ തന്നെ സ്വന്തമായിട്ട് വാഹനം അദ്ദേഹം വാങ്ങുന്നു. ഇങ്ങനെ അദ്ദേഹത്തിന്റെ EMI-കളും അദ്ദേഹത്തിന്റെ എക്സ്പെൻസുകളും കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഈ ഒരു ഓട്ടം അവസാനിക്കുന്നില്ല, മരണം വരെ അവർ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. റിട്ടയർമെന്റ് ലൈഫിലൂടെ എല്ലാ പ്രശ്നം തീർന്നു. റിട്ടയർമെന്റ് ആയാലും അവരുടെ പ്രശ്നങ്ങൾ തീരുന്നില്ല. പിന്നെയും മക്കളുടെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് വേണ്ടി അവർ പലപ്പോഴും റിട്ടയർമെന്റ് ലൈഫിന് ശേഷവും പലപ്പോഴും പല ആളുകളും ജോലിക്ക് പോകേണ്ട അവസ്ഥയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വരുമാനത്തിന് വേണ്ടിയൊക്കെ ശ്രമിക്കുന്ന അവസ്ഥ നമ്മൾ കാണുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഓട്ടം ഓടിക്കൊണ്ടേ ഇരുന്ന അവസ്ഥയാണ് പൊതുവെ നമ്മുടെ ഒരു സാധാരണക്കാരന്റെ ലൈഫിലുള്ളത് തന്നെയാണ്. എന്നും ഒരു മത്സരത്തിലാണ്, എന്നും തീരാത്തൊരോട്ടം, അങ്ങനെ തന്നെ വേണം പറയാൻ. ഒരിക്കലും തീരാത്തൊരോട്ടം, മരണത്തോടെയാണ് അവരുടെ ഓട്ടം തീരുന്നത് എന്നുള്ളതാണ്. എലികളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒന്ന് നോക്കിയാൽ അറിയാം, പല എലികളും അങ്ങനെയാണ്. ഒരുപാട് എലികൾ ഉണ്ടെങ്കിൽ ആ എലികൾ ഒരുപോലെ ഓടിക്കൊണ്ടിരിക്കും. മുമ്പിലുള്ള എലി ഒരു സാധാരണ ചാടിക്കടന്ന് ഓടിയാൽ ബാക്കിൽ എലിയും അത് ചാടിക്കടന്നതിനെ ഓടുകയാണ്. സൈഡിലൂടെ വേറെ വഴി ഉണ്ടാവും, അന്വേഷിക്കാൻ നിൽക്കാതെ മുന്നിലുള്ള എലി എങ്ങനെയാണോ പോകുന്നത് അതേ രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും പറയും നാട്ടിലുള്ള എല്ലാവരും അങ്ങനെയല്ലേ ചെയ്യുന്നത്, നിനക്ക് മാത്രത്തെ ഇത്ര പ്രത്യേകത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പറയുന്ന സിസ്റ്റമാണ് ഈ ഒരു നാട്ടിൽ കാണപ്പെടുന്ന സിസ്റ്റം. എല്ലാവരും ചെയ്യുന്നു, ഞാനും ചെയ്യുന്നു. ആ രീതിയിൽ ആളുകൾ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഒരു അവസാനമില്ലാത്ത മരണത്തോടു കൂടി മാത്രം അവസാനിക്കുന്ന ഓട്ടത്തിൽ നമ്മൾ പെട്ടുപോവുകയാണ്, നമ്മൾ സ്റ്റക്കായി പോവുകയാണ്. അവിടെ നമ്മൾ യഥാർത്ഥ ജീവിതം നമുക്ക് ഇല്ല എന്നുള്ളതാണ്. രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു, രാത്രി തിരിച്ചു വരുന്നു, വീണ്ടും രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. ഈ ഒരു ഓട്ടത്തിൽ തന്നെ നമ്മൾ സ്റ്റക്കായിട്ട് നമ്മുടെ ഒറിജിനൽ ലൈഫ്, നമ്മുടെ യഥാർത്ഥ ലൈഫ്, കുടുംബജീവിതവും മറ്റുമൊക്കെ നമ്മൾ ജീവിക്കാൻ മറന്നു പോവുകയാണ്. അപ്പോൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ തൊഴിലാളിയുടെ ജീവിതം എപ്പോഴും ഒരു റാറ്റ് റേസ് തന്നെയാണ്. അതൊരിക്കലും അവസാനിക്കാത്ത ഒരു റാറ്റ് റേസ് ആണ്. ഒരു പക്ഷേ അദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടുമായിരിക്കാം. പ്രൊമോഷൻ കിട്ടുമ്പോൾ അദ്ദേഹം പിന്നീട് പ്രൊമോഷൻ കിട്ടി മാനേജറായി മാനേജർമാർക്കിടയിലെ മത്സരത്തിൽ അദ്ദേഹം പെട്ടുപോവുകയാണ്. ആ മത്സരം കഴിഞ്ഞ് അടുത്ത ലെവലിലേക്ക് ഉയർന്നു. അപ്പോൾ അടുത്ത ആ ലെവലിൽ നിൽക്കുന്ന ആളുകൾ വീണ്ടും മത്സരം. ഈ ഒരു സിസ്റ്റം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ആ ഒരു എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന റാറ്റ് റേസിലാണ് പല ആളുകളും പെട്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് പുറത്തു കിടക്കാൻ പലർക്കും പേടിയാണ്. ഈ റാറ്റ് റേസിൽ നിന്ന് മാറിയിട്ട്, ഈ ഒരു അവസാനമില്ലാത്ത ഈ ഓട്ടത്തിൽ നിന്ന് മാറിയിട്ട് ഒരു നല്ലൊരു ലൈഫിലേക്ക് മാറി നിൽക്കാൻ പലരും പേടിച്ചുകൊണ്ട് ഇതിൽ സ്റ്റക്കായി നിൽക്കണം. ഇന്ന് രക്ഷപ്പെടാൻ കഴിയാതെ അത് സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥയാണ് നാട്ടിൽ കാണപ്പെടുന്നത്. നമ്മൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഒരു റാറ്റ് റേസ് നടക്കുകയാണ്, ഒരു സാധാരണ എലികളുടെ ഒരു ഓട്ട മത്സരം നടക്കുകയാണെന്ന് കരുതുക. അതിൽ വിജയിച്ച എലി തന്നെയാണ്. ആ വിജയിച്ച എലി ഒരിക്കലും പുലിയാവുന്നില്ല എന്നുള്ളതാണ്. എലി വിജയിച്ചാലും ശരി, പരാജയപ്പെട്ടാലും ശരി, ആ എലി തന്നെയാണ് എന്നുള്ളതാണ്. അപ്പൊ റാറ്റ് റേസിൽ നിങ്ങൾ വിജയിച്ചാലും നിങ്ങൾ ഒരു എലി തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ആവേണ്ടത്, എലിയിൽ നിന്ന് ഓടി ജയിച്ചാൽ, ഇപ്പോൾ ഒരു എംപ്ലോയി ഓടി, അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടു, 5 വർഷം അദ്ദേഹം നന്നായിട്ട് പരിശ്രമിച്ചു, അവസാനം അവരുടെ മാനേജ്മെന്റ് അദ്ദേഹത്തെ അടുത്ത ലെവലിലേക്ക് പ്രൊമോഷൻ കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് കരുതി അദ്ദേഹം ആ കമ്പനിയുടെ മുതലാളിയായിട്ട് മാറുന്നില്ല. അദ്ദേഹം ഇപ്പോഴും ആ കമ്പനിയുടെ തൊഴിലാളി തന്നെയാണ്. ഇപ്പോഴും അദ്ദേഹം ആ ഒരു റാറ്റ് റേസിൽ ഒരു ഭാഗം തന്നെയാണ്. ചെറുതായിട്ട് സാലറി ഒന്ന് കൂടി കിട്ടി എന്നതിന്റെ അപ്പുറത്തേക്ക് പ്രത്യേകിച്ച് വലിയ വ്യത്യാസങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ അത് പറ്റുന്നില്ല എന്നതാണ്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഒരു ഓണ്ടർപ്രണർ ആയി മാറിയാൽ, ഒരു സക്സസ്ഫുൾ ഓണ്ടർപ്രണർ ആയി മാറിയാൽ മാത്രമേ ഒരു എലൈറ്റ് ക്ലാസ്സിലേക്കുള്ള യഥാർത്ഥ ഒരു കയറ്റം നമുക്ക് സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ്. എല്ലാവർക്കും ഒരു ഓണ്ടർപ്രണർ ആവാൻ പറ്റുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ആയിരുന്നെങ്കിൽ എല്ലാവരും ഓണ്ടർപ്രണർ ആകുമായിരുന്നു. ഓണ്ടർപ്രണേഴ്സ് വളരെ കുറവാണ് എന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഒരു ഓണ്ടർപ്രണർ ആവാൻ പറ്റില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഓണ്ടർപ്രണർ ആവണം എന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് നല്ല ശക്തമായ ധൈര്യം വേണമെന്നതാണ്. ആ റാറ്റ് റേസിൽ നിന്ന് മാറി ആ എംപ്ലോയ്മെന്റിന്റെ ആ ഒരു സേഫ്റ്റിയിൽ നിന്നുകൊണ്ട് എനിക്ക് എല്ലാ മാസവും ശമ്പളം കിട്ടുന്നുണ്ടല്ലോ എന്നുള്ള ആ സേഫ്റ്റിയിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു ഓണ്ടർപ്രണർഷിപ്പിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ അതിശക്തമായ ധൈര്യം നിങ്ങൾക്ക് ആവശ്യമാണ്. ആ ഗഡ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഓണ്ടർപ്രണർ ആവാൻ പറ്റുകയുള്ളൂ. ഓണ്ടർപ്രണറിന്റെ ഗഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഗഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ അത് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് MA യൂസുഫ് അലി. നമ്മളെല്ലാവരുടെയും കേരളക്കാർക്ക് അഭിമാനിക്കാവുന്ന ഒരു വ്യക്തിത്വമാണ് MA യൂസുഫ് അലി. യൂസുഫ് അലി മിഡിൽ ഈസ്റ്റിലെ റീറ്റെയിൽ കിങ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇന്ത്യൻ ഒറിജിനിൽ നിന്ന് വന്നിട്ടില്ല, മിഡിൽ ഈസ്റ്റിലെ അഥവാ അറബ് രാജ്യങ്ങളിലെ റീറ്റെയിൽ കിങ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ലുലു ഗ്രൂപ്പിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള MA യൂസുഫ് അലി. അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇദ്ദേഹത്തെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഹൈപ്പർ മാർക്കറ്റ് 1991 അദ്ദേഹം അതിന്റെ ഫസ്റ്റ് ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങുന്നത്, അതിന്റെ ഫസ്റ്റ് ഹൈപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് ഗൾഫ് വാറിന്റെ ആ ഒരു ക്രിറ്റിക്കൽ സമയത്താണ്. ഗൾഫ് വാർ ഏറ്റവും കൂടുതൽ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ആ സമയത്താണ് അദ്ദേഹം ഈ ഒരു ഫസ്റ്റ് ഹൈപ്പർ മാർക്കറ്റ് ഗൾഫിൽ തുറന്നത് എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരൊറ്റ ബോംബ് മതി, യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരൊറ്റ ബോംബ് വന്ന് വീണാൽ മതി, അദ്ദേഹത്തിന്റെ അത്രയും കാലത്തെ എല്ലാ സമ്പാദ്യവും അവിടെ തീർന്നു. എന്തെങ്കിലും വിഷയം കൊണ്ട് തകർന്നു പോയി കഴിഞ്ഞാൽ ഇനി നേരിട്ട് ബോംബ് വീണിട്ടില്ലെങ്കിലും അവിടെ മറ്റുള്ള സാഹചര്യങ്ങളുടെ വിഷയങ്ങൾ കൊണ്ടുപോലും അദ്ദേഹത്തിന് കച്ചവടം മൊത്തം തകർന്നു പോവാൻ, അദ്ദേഹം വലിയ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്താൻ കാരണമാകുന്ന സമയമായിരുന്നു. പക്ഷെ അദ്ദേഹം ഒരു റിസ്ക് എടുത്തു. ആ ഗൾഫ് വാർ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്തും അദ്ദേഹത്തിന് മൊത്തം സമ്പാദ്യം, അതിന്റെ മൊത്തം സമ്പാദ്യം അത്രയും കാലം കൊണ്ട് അതുണ്ടാക്കിയ എല്ലാ സമ്പാദ്യവും ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം അങ്ങനൊരു സ്ഥാപനം തുടങ്ങാൻ ഒരു തീരുമാനമെടുക്കുകയും ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അത് ശക്തമായിട്ട് അദ്ദേഹം എടുത്തു. ഒറ്റ ബോംബ് ബ്ലാസ്റ്റ് തകരമായിരുന്ന ആ സാമ്രാജ്യം ഇന്ന് നമുക്കറിയാം, ഇന്ന് ഇത്രയും വലിയ സാമ്രാജ്യമായിട്ട് ഇന്ന് അദ്ദേഹത്തിന് എവിടെ വേണമെങ്കിലും അദ്ദേഹത്തിന് എത്ര സ്ഥാപനമാണ് തുറക്കാനുള്ള അത്രയും പവർ എന്ന് അദ്ദേഹത്തിന് രാജാക്കന്മാരടക്കം നേരിട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ അദ്ദേഹം മാറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അന്ന് കാണിച്ച ഒരു ധൈര്യമാണ്. എല്ലാം ഒരു പക്ഷേ തകർന്നു പോകുമായിരുന്ന ആ ഒരു അവസ്ഥയിലും അദ്ദേഹം കാണിച്ച ധൈര്യം കൊണ്ട് തന്നെയാണ് ഇന്ന് അദ്ദേഹം ഒരു സക്സസ്ഫുൾ ഓണ്ടർപ്രണറായിട്ട് മാറിയിട്ടുള്ളത്. ഇന്ന് ലുലു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ, യൂസുഫ് അലി എന്ന് പറഞ്ഞാൽ അറിയാത്ത ആരുമില്ല, കോടികളുടെ ആസ്തിയുള്ള വ്യക്തിത്വമായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഒരു ഓണ്ടർപ്രണറെ സംബന്ധിച്ചോളം അവർക്ക് അവിടെ ഒരു സമ്പാദ്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് യുവർ നെറ്റ്വർക്ക് ഈസ് യുവർ നെറ്റ് വർത്ത് എന്നുള്ളതാണ്. നിങ്ങളുടെ ആ നെറ്റ്വർക്ക്, നിങ്ങളുടെ ഒരു ബന്ധങ്ങൾ, പരിചയങ്ങൾ എന്ന് പറയുന്ന രീതിയിലുള്ള ഇവിടെ ഉദ്ദേശിക്കുന്ന നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശാഖകളാവട്ടെ, ഫ്രാഞ്ചൈസികളാവട്ടെ, അതാണ് അതിൻ്റെ ഒരു നെറ്റ്വർക്കായിട്ട് മാറുന്നത് എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ബന്ധങ്ങളാണ് നമ്മുടെ നെറ്റ്വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബന്ധങ്ങളാണ് നമ്മുടെ നെറ്റ്വർക്കായിട്ട് നമ്മൾ മാറ്റിയെടുക്കേണ്ടത് എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ, ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടില്ല ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. എന്തിനും ഓണ്ടർപ്രണർ ആവണം, ഒരു ഓണ്ടർപ്രണർക്ക് എങ്ങനെയാണ് വിജയിക്കാൻ പറ്റുന്നത്. എല്ലാവരും ഹാർഡ് വർക്ക് എടുക്കുന്നുണ്ട് അല്ലേ? ഒരുപാട് ആളുകൾ നമുക്കറിയാം, കർഷകരാവട്ടെ അല്ലെങ്കിൽ മറ്റു ജോലി ചെയ്യുന്നവരാവട്ടെ. പല ഹോട്ടൽ ഉടമകളെ ഞാൻ കണ്ടിട്ടുണ്ട്. 3 മണിക്ക് 4 മണിക്കൊക്കെ എഴുന്നേറ്റ് അദ്ദേഹം അവർക്ക് ഹോട്ടലിലേക്കുള്ള, എൻ്റെ ഒരു അയൽവാസി ഉണ്ടായിരുന്നു, അവരുടെ വീട്ടിൽ നിന്ന് വെള്ളം ഒരു വലിയ ജാറുകളിലാക്കിയിട്ട് വലിയ വലിയ ക്യാനുകളിലൊക്കെ ആക്കിയിട്ട് നിറച്ച് ഗുഡ്സിൽ കൊണ്ടുപോകാൻ ചെയ്യാറുള്ളത്. അപ്പൊ രാവിലെ 3 മണിക്ക് അദ്ദേഹം എഴുന്നേറ്റ് ഇതിന്റെ പണി ആരംഭിക്കും. വെള്ളം നടക്കുന്നത് മുതലുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തുകൊണ്ട് 4:04 കൂടിയിട്ട് അദ്ദേഹത്തിന്റെ സ്ഥാപനം തുറക്കുകയും, ടൗണിലുള്ള അദ്ദേഹത്തിന്റെ സ്ഥാപനം 4:04 തുറക്കാൻ വേണ്ടി അദ്ദേഹം 3 മണിക്ക് എഴുന്നേൽക്കുകയാണ്. 3 മണിക്ക് എഴുന്നേറ്റ് 4:04 അദ്ദേഹം സ്ഥാപനം തുറന്ന് ചായയും മറ്റുള്ള കാര്യങ്ങളെല്ലാമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഒരു ഹോട്ടൽ, ചെറിയ ഹോട്ടലാണ്, ആ ഹോട്ടലിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ചെയ്യുകയും രാത്രി വളരെ വൈകിയാണ് അവരുടെ സ്ഥാപനം പൂട്ടുന്നത്. രാത്രി വളരെ വൈകി സ്ഥാപനം പൂട്ടിയിട്ട് അതിന്റെ എല്ലാ പണിയും തീർത്ത് ഹോട്ടൽ പൂട്ടിയാലും അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് 12, 1 മണി, 2 മണിയോളം സമയമാകും. ആ 2 മണിയൊക്കെ വരെ അവർ ഏകദേശം ആവും ഉറങ്ങുന്ന സമയമാവാൻ. ചില ദിവസങ്ങളിൽ ഭാഗ്യമുണ്ടെങ്കിൽ 1 മണിക്ക് ഉറങ്ങാൻ പറ്റും, അല്ലെങ്കിൽ 2 മണിയാവും. വീണ്ടും 3, 3:30 ആകുമ്പോൾ അദ്ദേഹം എഴുന്നേൽക്കണം. ഇതിനിടയ്ക്ക് ഉച്ചയ്ക്ക് എപ്പോഴെങ്കിലും ഒരു മയക്കം കിട്ടിയാൽ അദ്ദേഹത്തിന് അത് ബോണസായിട്ട് മാത്രം കിട്ടുന്ന അവസ്ഥ. ഇങ്ങനെ ഹാർഡ് എടുക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് തന്റെ സ്ഥാപനം കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ കർഷകരാവട്ടെ, ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സിനെ കാണാറുണ്ട്. രാവിലെയും രാത്രിയും 2 ഷിഫ്റ്റ് ഓടുന്ന ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സിനെ കാണാറുണ്ട്. രാവിലെയും രാത്രിയും അവർ ക്യൂ നിന്നുകൊണ്ട് ഒരുപാട് സമയം ഓവർ ടൈം ഡ്യൂട്ടിക്ക് എടുത്തുകൊണ്ട് പണിയെടുക്കുന്ന ആൾ, ഇവരൊക്കെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഹാർഡ് വർക്ക് കൊണ്ട് വിജയിക്കുമെന്നുണ്ടായിരുന്നെങ്കിൽ ഇവരെല്ലാവരും വലിയ കോടീശ്വരന്മാരെ സമയം കൊണ്ടാവണം. അപ്പൊ ഹാർഡ് വർക്ക് എന്നതിന്റെ അപ്പുറത്തേക്ക് എന്തുകൊണ്ടാണ് ഈ നെറ്റ്വർക്കിന്റെ ഒരു പ്രാധാന്യം, എങ്ങനെയാണ് നെറ്റ്വർക്കായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നത് എന്നതിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം. നമ്മുടെ ജോലിയുടെ ഭാഗമായിക്കൊണ്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാത്തത് കൊണ്ടല്ല നമ്മൾ വിജയിക്കാത്തത്. പല ആളുകളും മടിയന്മാരായതുകൊണ്ട് അല്ല അവർ പരാജയപ്പെട്ടു പോയത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. മനസ്സിലാക്കുന്ന ഒരു എക്സാമ്പിൾ പറയുമ്പോൾ, സിംഗിൾ കോഫി ഷോപ്പ് പറഞ്ഞ വ്യക്തി, ഒരു വ്യക്തിക്ക് ആ കോഫി ഷോപ്പിൽ 5 ആളുകൾ അവിടെ പണിക്കാരായിട്ടുണ്ട് എന്ന് കരുതുക. അവിടെ എംപ്ലോയീസ് ആയിട്ട്, തൊഴിലാളികളായിട്ട് 5 ആളുകൾ അവിടെ ഉണ്ട്.
അവര് 25 ദിവസം മാക്സിമം ഒരു 25 ദിവസമാണ് ഒരു മാസത്തിൽ അവർ തുറക്കുന്നത് കരുതുക. പ്രത്യേകിച്ച് കേരളത്തിൽ വരെ ഹർത്താലും ഇതൊക്കെ നമ്മൾ കാണേണ്ടതുണ്ട്. ഏതായാലും 25 ദിവസമാണ് അവരുടെ വർക്കിംഗ് ഡേയ്സ് എന്ന് കരുതുക. അവിടെ സ്ഥാപനം 25 ദിവസം ഒരു മാസത്തിൽ 25 ദിവസം തുറന്നു വെക്കുന്നു. 5 എംപ്ലോയീസ് അവർക്കുണ്ട്. ഒരു ദിവസം 10 മണിക്കൂർ അവർ വർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ കണക്കൂട്ടി നോക്കാം. ടോട്ടൽ ഒരു വർഷം ഇവർ വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഒരു സ്ഥാപനം ഒരു വർഷം കണ്ടിന്യൂ ചെയ്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ 12 മാസം അവർ ഓപ്പൺ ആണ്. അതിൽ അവിടെ 5 പണിക്കാർ അദ്ദേഹത്തിനുണ്ട്. 12 മാസം 5 പണിക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവർക്ക് സാലറിയും കൊടുക്കുന്നുണ്ട്. 5 പണിക്കാർ അവിടെ വർക്ക് ചെയ്യുന്നു. അവർ 25 ദിവസം ഒരു മാസത്തിൽ 25 ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്. 10 മണിക്കൂർ വെച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ 15,000 മണിക്കൂർ വർക്കിംഗ് അവേഴ്സ് അവിടെ വന്നു. 5 പേരുടെ പ്രവർത്തന ഫലമായിട്ട് ഒരു വർഷത്തേക്ക് 15,000 മണിക്കൂറാണ് അവിടെ വർക്കിംഗ് വന്നത്. ഒരു വ്യക്തി ഒരു മണിക്കൂർ വർക്ക് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അതിന് ഉടമസ്ഥന് 100 രൂപ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, പറ്റുമോ എന്നുള്ള മറ്റൊരു ചോദ്യമാണ്. എന്നാൽ സാധാരണഗതിയിൽ അങ്ങനെയാണ് നമ്മൾ സാലറിക്ക് വെക്കുക. ഒരു 100 രൂപയെങ്കിലും അദ്ദേഹത്തെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അവർക്ക് സാലറി കൊടുക്കുന്നതിന് അർത്ഥമല്ല, ആളെ പിരിച്ചുവിടും. സാധാരണഗതിയിൽ ഒരു 100 രൂപയാണ് ഒരു മണിക്കൂർ. നിങ്ങളുടെ സ്ഥാപനത്തിലെ ഒരു വ്യക്തി ഒരു മണിക്കൂർ വർക്ക് ചെയ്യുന്ന, ഒരു പാചകക്കാരനാവട്ടെ അതല്ലെങ്കിൽ അവിടുത്തെ ഒരു സപ്ലയർ ആവട്ടെ, ഒരു മണിക്കൂർ വർക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവർ കാരണമായിട്ട് 100 രൂപ 5 വ്യക്തികൾ ഒരു ദിവസം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 5 ആളുകൾ 10 മണിക്കൂർ വെച്ചിട്ട് 50 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 5,000 രൂപയെങ്കിലും ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ 5 ആളെ വെച്ച് നിർത്തുന്നതിന് അർത്ഥമില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഇവർ വർക്ക് ചെയ്യുമ്പോൾ ഒരു മണിക്കൂറിന് 100 രൂപ വെച്ച് ലാഭം അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 15,000 മണിക്കൂർ ഒരു വർഷത്തിൽ അവർക്ക് ലഭിക്കുകയാണ്. 15,000 മണിക്കൂർ എന്ന് പറയുമ്പോൾ അവർക്ക് 100 രൂപ വെച്ചുകൊണ്ട് 15 ലക്ഷം രൂപയാണ് ഒരു വർഷം കൊണ്ട് ഒരു കോഫി ഷോപ്പുകാരൻ ഉണ്ടാക്കാൻ പറ്റുന്നത്. നമ്മൾ പറഞ്ഞു 10 മണിക്കൂർ സ്ഥാപനം തുറന്നു കിടക്കുകയാണ്. 10 മണിക്കൂർ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ആ 10 മണിക്കൂർ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന് ആ ജോലിയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയുള്ള അവരുടെ സമയവും അതിന്റെ തുടക്കത്തിൽ അവിടെ കാര്യങ്ങളെല്ലാം സെറ്റാക്കി എടുക്കുന്ന ഒരു സമയമൊക്കെ വേറെ ഉണ്ടായിരിക്കും. ഒരു സ്ഥാപനം തുറന്നു കിടക്കുന്ന സമയമാണ് നമ്മൾ 10 മണിക്കൂർ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ആ സമയം കൊണ്ട് നമുക്ക് 15 ലക്ഷം രൂപയാണ് ഒരു വർഷം അവർ പണിയെടുത്താൽ ഉണ്ടാക്കാൻ പറ്റുക. ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. 10 മണിക്കൂർ അവർ കഷ്ടപ്പെട്ട് നല്ല രീതിയിൽ അധ്വാനിക്കുന്ന 14 മണിക്കൂർ 100 രൂപ ഉണ്ടാക്കാൻ പറ്റുന്നത്. ഓരോ വ്യക്തി 100 രൂപ ലാഭം ഉണ്ടാക്കുന്ന രീതിയിൽ 5 വ്യക്തികൾ ആ സ്ഥാപനത്തിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. മുതലാളി അടക്കം അവിടെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണ് അവിടെ പണം ഉണ്ടാക്കുമ്പോൾ 15 ലക്ഷം രൂപയാണ് ആ ഒരു കഫേയുടെ മുതലാളിക്ക് അവിടെ ഒരു വർഷം കൊണ്ട് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നത്. എന്നാൽ അതേ സമയത്ത് നമ്മൾ കഫേ കോഫി ഡേയുടെ ഒരു എക്സാമ്പിൾ നോക്കാം. കഫേ കോഫി ഡേക്ക് 1000-ലധികം ഔട്ട്ലെറ്റുകളുണ്ട്. ഏകദേശം 1,200 ഔട്ട്ലെറ്റുകൾ അവർക്ക് ഇന്ത്യയിലുടനീളമുണ്ട്. 1000 നമ്മൾ ഒരു എക്സാമ്പിൾ എന്നിടക്ക് 1000 എന്നുള്ള റൗണ്ട് എമൗണ്ട് എടുക്കാം. 1000 ഔട്ട്ലെറ്റുകൾ അവർക്ക് ഇന്ത്യയിലുടനീളമുണ്ട്. അതായത് കഫേ കോഫിയുടെ ബ്രാഞ്ചുകൾ അവിടെ നെറ്റ്വർക്ക് ഇന്ത്യയിൽ മൊത്തം പരന്നു കിടക്കുകയാണ്. കഫേ കോഫിയുടെ എന്ന ബ്രാഞ്ചിന് നെറ്റ്വർക്ക് ഏകദേശം 1000-ഓളം ഔട്ട്ലെറ്റ് അവർക്കുണ്ട്. അവരുടെ ഷോപ്പിലും 5 ആളുകളെ ഉള്ളൂ എന്ന് കരുതുക. ഒരു സ്ഥാപനത്തിൽ 5 തൊഴിലാളികളാണ് ഉള്ളതെന്ന് കരുതാം. അപ്പോൾ സ്വാഭാവികമായിട്ടും 5 സ്റ്റാഫ് വെച്ചുകൊണ്ട് 1000 സ്ഥാപനത്തിൽ 5000 സ്റ്റാഫ് അവർക്കുണ്ട്. 5000 ആളുകളാണ് അവിടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നത്. അവർ 10 മണിക്കൂറാണ് അവരും ഷോപ്പ് തുറന്നു വെക്കുന്നതെന്ന് കരുതാം. അപ്പൊ 5000 ആളുകൾ 10 മണിക്കൂർ ദിവസം ഓപ്പൺ ആക്കി വെക്കുമ്പോൾ ഒരു ദിവസത്തെ കണക്കാണ് പറയുന്നത്. ഒരു ദിവസം 5000 സ്റ്റാഫുകൾ 1000-ഓളം ഔട്ട്ലെറ്റുകൾ ആയതുകൊണ്ട് 10 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ 50,000 വർക്കിംഗ് അവേഴ്സ് ഒരു ദിവസം വരികയാണ്. 50,000 വർക്കിംഗ് അവേഴ്സ് ഒരു ദിവസം അവിടെ വരികയാണ്. അവിടെ ആവറേജ് പ്രോഫിറ്റ് പെർ ഹവർ 100 രൂപയാണ് എന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തി ഒരു മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ 100 രൂപയുടെ ലാഭം അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 50,000 വർക്കിംഗ് അവേഴ്സ് വരുന്ന സമയത്ത് ഒരൊറ്റ ദിവസത്തെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു ദിവസത്തെ അവരുടെ ലാഭം എന്ന് പറയുന്നത് 50 ലക്ഷം രൂപയാണ്. ഇവിടെ ഒരു വർഷം മൊത്തം 5 പേരെയും കൊണ്ട് ഒരു സ്ഥാപനം വർക്ക് ചെയ്യുമ്പോൾ 15 ലക്ഷം ഒരു വർഷം കൊണ്ടാക്കുമ്പോൾ 1000 ഔട്ട്ലെറ്റ് ഉണ്ട് എന്നുള്ള കാരണം കൊണ്ട് അവർക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് 50 ലക്ഷത്തിന്റെ ലാഭം അവിടെ ഉണ്ടാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ഒരു വ്യക്തി ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുന്നതും അത് അദ്ദേഹം ഒരു നെറ്റ്വർക്കായിട്ട് അദ്ദേഹം ഒരു ഫ്രാഞ്ചൈസി പോലത്തെ സിസ്റ്റമൊക്കെ ആക്കിയിട്ട് ബ്രാഞ്ചുകളൊക്കെ ഉള്ള രീതിയിലൊക്കെ ആക്കിയിട്ട് കൂടുതൽ സ്റ്റാഫുകളെ വെച്ചുകൊണ്ട് വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ് അങ്ങനെയാണ്. അപ്പൊ ഇവിടെയാണ് നമ്മളൊരു ബിസിനസിന്റെ അദ്ദേഹം നമ്മളെല്ലാവരും എഫേർട്ട് ചെയ്യുന്നുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ആ ചെയ്യുന്ന ഹാർഡ് വർക്കിങ് നെറ്റ്വർക്കിന്റെ ഒരു ബെനിഫിറ്റ് കൂടി ഉൾപ്പെടുത്തി ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ യഥാർത്ഥ ബെനിഫിറ്റ് ഒരു ബിസിനസ്മാന്റെ ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. ലുലു ഗ്രൂപ്പ് നമ്മൾ നോക്കുകയാണെങ്കിലും അവിടെ ഒരുപാട് മാളുകൾ, ഒരു മാളിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. ഒരുപാട് മാളുകൾ, ഒരുപാട് ഷോപ്പുകൾ, ഒരുപാട് വേറെ സ്ഥാപനങ്ങൾ, അവരുടെ ഒരുപാട് വേറെ 5 സ്റ്റാർ പ്രോപ്പർട്ടീസ് മറ്റൊക്കെ ഒരുപാടുണ്ട്. ഇത്തരം ഒരുപാട് സ്ഥാപനങ്ങൾ ഒരുപാട് ആളുകളെ കൊണ്ട് വർക്കൗട്ട് ചെയ്യിപ്പിക്കുമ്പോഴാണ് അവർക്ക് ഇത്രയും വലിയ കോടീശ്വരന്മാരായിട്ട് വളരാൻ പറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് ഉടമയായിട്ട് അദ്ദേഹം ഒതുങ്ങി പോകുമായിരുന്നു.
അതിനപ്പുറത്തേക്ക് ഒരുപാട് ബ്രാഞ്ചുകളുടെ സ്ഥാപനമാക്കി മാറ്റിയത് കൊണ്ടാണ് അവർക്ക് ആ രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കാൻ പറ്റിയതിലാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം നമുക്കും എന്താവണം, നമുക്കും നല്ലൊരു ഓണ്ടർപ്രണർ ആവണം. ഇപ്പൊ നമ്മൾ നിലവിലുള്ളത് നമ്മൾ ഓണ്ടർപ്രണർ ആയിട്ടില്ല. നമ്മളെ VOP-യിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിവോ ഓർഗനൈസേഷൻ പ്രോഗ്രാം പങ്കെടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ലൊരു സെയിൽസ്മാൻ ആണ് ഇവഞ്ച്വലി ഒരു നല്ല ബിസിനസ്മാൻ ആവുക എന്നുള്ളത് ധീരുഭായ് അംബാനിയുടെ വാക്കുകളാണ്. ഇന്ത്യയിലെ വലിയ കോടീശ്വരനായിട്ട് മാറുകയും അതിന് ശേഷം അതിന് 2 മക്കളും ഇന്ത്യയിലെ വലിയ കോടീശ്വരന്മാരുടെ ലിസ്റ്റിൽ കയറുകയും ഇന്ന് മുകേഷ് അംബാനി എന്ന് പറഞ്ഞ ഒരു പേര് അംബാനി കുടുംബം തന്നെ ഇന്ന് ലോക പ്രശസ്തരായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഇന്ത്യയിലെ നമ്പർ 1 കോടീശ്വരന്മാരുടെ ലിസ്റ്റിലേക്ക് അവർക്ക് കയറിയിരിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവര് ഈ പറഞ്ഞ രീതിയിൽ അദ്ദേഹം നല്ലൊരു സെയിൽസ്മാൻ ആയിരുന്നു ധീരുഭായ് അംബാനി. അദ്ദേഹത്തിന്റെ വാക്കുകളാണ്, നല്ലൊരു സെയിൽസ്മാൻ മാത്രമേ നല്ലൊരു ബിസിനസ്മാൻ ആയിട്ട് മാറാൻ പറ്റുകയുള്ളൂ എന്നാണ്. അപ്പോൾ നല്ലൊരു സെയിൽസ്മാൻ ആണ് എവഞ്ച്വലി നമ്മൾ സെയിൽസ് നല്ലൊരു പെർഫോമൻസ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സെയിൽസ്മാൻ സ്കില്ലിലൂടെ മാത്രമേ നമുക്ക് നല്ലൊരു ഓണ്ടർപ്രണർ ആയിട്ടും നല്ലൊരു ബിസിനസ്മാൻ ആയിട്ടൊക്കെ വളരാൻ പറ്റുള്ളൂ. അപ്പൊ അത് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകൾ എല്ലാവരും ഇൻഡസ്ട്രിയിൽ ജോയിൻ ചെയ്ത വ്യക്തികളാണ്. ഇൻഡസ്ട്രിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളെല്ലാവരും വിവ റീറ്റെയിലേഴ്സ് ആണ്, നിങ്ങൾ വിവ ബിസിനസ് ഓണേഴ്സ് ആയിട്ട് മാറിയിട്ടില്ല. ഒരു ബിസിനസ്മാൻ ലെവലിലേക്ക് വരുന്നതിന് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും സെയിൽസ് തന്നെയാണ്. അപ്പൊ ആ സെയിൽസിന് ആവശ്യമായ ഒരു ലിസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാവരും ഒരു ബിസിനസ്മാൻ ആവാനുള്ള മൈൻഡ് സെറ്റ് ഒക്കെ ഉണ്ടായിരിക്കും. അതിന് ആദ്യ പടിയാണ് സെയിൽസ് എന്ന് പറയുന്നത്. നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ വിൽക്കുക എന്നുള്ളതാണ് അതിന്റെ ആദ്യത്തെ പടി. അതിന്റെ ഭാഗമായിട്ടുള്ള ലിസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ആ ലിസ്റ്റിൽ നമ്മളെ സംബന്ധിച്ചോളം ആദ്യമായിട്ട് പുതിയ വന്ന ആളുകളാണ് പറയുന്നത്, പുതിയ ആളെ സംബന്ധിച്ച് അദ്ദേഹം ബിസിനസ് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത ആളുകളുടെ 6 ആളുകളുടെ ലിസ്റ്റ് നമ്മൾ ഇടുക. നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റിനെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാവും, മനസ്സിലാക്കിയിട്ടുണ്ടാവും ഏകദേശം. അപ്പൊ ആ പ്രൊഡക്റ്റുമായി ബന്ധപ്പെടുത്താൻ പറ്റിയിട്ടുള്ള 6 പേരുടെ ലിസ്റ്റ് നമ്മൾ ആദ്യം തയ്യാറാക്കുക. ഈ നമ്മുടെ ഏതെങ്കിലും 5 പ്രൊഡക്റ്റുകൾ നമുക്കുണ്ട്. ഇതിലേതെങ്കിലും പ്രൊഡക്റ്റുമായി ബന്ധപ്പെടുത്താൻ പറ്റിയ രീതിയിൽ ഷുഗറുള്ള ആളുകളാണ് ഐക്കോഫുമായി ബന്ധപ്പെടുത്താം. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഇപ്പോൾ കുട്ടികളുടെ ആളുകളുണ്ടാവും, അവരെ നമുക്ക് ഐപ്പൾസുമായി ബന്ധപ്പെടുത്താം. ഇങ്ങനെ നല്ല തരത്തിലുള്ള ആളുകൾ ഐസ്ക്രീമുമായി ബന്ധപ്പെടുത്താം. ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റ് നമുക്ക് ഓരോ വ്യക്തികളുമായി ബന്ധപ്പെടുത്താൻ പറ്റിയ രീതിയിൽ ഒരു 6 പേരുടെ ലിസ്റ്റ് നമ്മൾ ആദ്യം തയ്യാറാക്കണം. 6 പേരുടെ ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടാണ് ഏറ്റവും അടുത്ത ബന്ധമുള്ള നമ്മുടെ കൂടെ പഠിച്ച ആളുകൾ, നമ്മുടെ അയൽവാസികൾ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ആളുകൾ, ഇങ്ങനെയുള്ള 6 ആളുകളുടെ ഒരു ലിസ്റ്റ് നമ്മൾ ആദ്യം തയ്യാറാക്കുക. അവരെ ഏതെങ്കിലും പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റിയില്ല, എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകൾ പ്രൊഡക്റ്റ് വിൽക്കാൻ എന്ന സെയിൽസ് എന്ന് പറയുന്ന ആദ്യത്തെ സ്റ്റെപ്പ് കിടക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് സെയിൽസിൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സെയിൽസിന്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന നിലയ്ക്ക് ആദ്യ പടി എന്ന നിലയ്ക്ക് ഏറ്റവും അടുത്ത ആളുകളുടെ 6 പേര് ലിസ്റ്റ് ഉണ്ടാക്കുകയും അതിന്റെ ഒരു ഫോർമാറ്റ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്, നമ്മൾ സീരിയൽ നമ്പർ എഴുതുക, അതിൽ 6 പേരുടെ 6 കോളമാക്കിയിട്ട് ഓരോ ആളുടെയും പേര് എഴുതുക. 6 പേരുടെ പേര് നിങ്ങൾ ഇവിടെ എഴുതുക. ആ വ്യക്തി നിങ്ങളുടെ അങ്കിളാണോ, നിങ്ങളുടെ ആന്റി ആണോ, അതല്ല നിങ്ങളുടെ ബ്രദർ ആണോ, തുടങ്ങിയിട്ടുള്ള എന്താണ് റിലേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ കൂടെ പഠിച്ച കൊളീഗായിരിക്കാം, അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗായിരിക്കാം, അല്ലെങ്കിൽ കൂടെ പഠിച്ചിട്ടുള്ള ക്ലാസ്മേറ്റ്സ് ആയിരിക്കാം. അങ്ങനെ ആ റിലേഷൻ ഇവിടെ മാർക്ക് ചെയ്യുക. അതുപോലെ പ്രൊപ്പോസൽ പ്രൊഡക്റ്റ്, അവർക്ക് നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ് ഏതാണ്, അതുപോലെ തന്നെ അവിടെ കോൺടാക്ട് നമ്പറും. കോൺടാക്ട് നമ്പർ നിങ്ങൾ ഫോണിൽ ഉണ്ടാവും, എന്നാലും അത് പോരാ. അതിൽ കോൺടാക്ട് നമ്പർ നിങ്ങൾ ഡയറിയിൽ അങ്ങനെ തന്നെ സ്ട്രക്ചറാക്കി എഴുതി തന്നെ വേണം. നാളെ ഫോൺ പോയി അല്ലെങ്കിൽ നമ്പർ നഷ്ടപ്പെട്ടു പോയി എന്ന അവസ്ഥ ഉണ്ടാവണ്ട. കോൺടാക്ട് നമ്പർ നിങ്ങൾ ഫോൺ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ പ്രത്യേകം ആ നമ്പർ എഴുതിയെടുക്കുക. അതുമായി ബന്ധപ്പെട്ട റിമാർക്കുകൾ നിങ്ങളുടെ മാർക്ക് ചെയ്യാനുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എഴുതി വെക്കാം. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പോയിന്റുകൾ എഴുതി വെക്കേണ്ടതുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എഴുതി വെക്കാം. ആ റിമാർക്ക് അടക്കമുള്ള നിങ്ങളുടെ ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കണം. 6 പേരുടെ ലിസ്റ്റ് നിങ്ങൾ ആദ്യം തയ്യാറാക്കുക. ഒരു ബിസിനസ്മാനും ഒരു ഓണ്ടർപ്രണർക്ക് ആവാനുള്ള ആദ്യത്തെ സ്റ്റെപ്പായ സെയിൽസിലൂടെ നിങ്ങളെ കഴിവ് തെളിയിക്കാൻ പോവുകയാണ്. ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് വരുന്ന സമയത്ത് ആർക്കും ഇവിടെ വരാം, പക്ഷേ വന്നു കഴിഞ്ഞാൽ കഴിവ് തെളിയിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് അടുത്ത ലെവലായിട്ടുള്ള VBO എന്ന് പറയുന്ന യുവ ബിസിനസ് ഓണറായിട്ട് മാറാനും ഒരു ഓണ്ടർപ്രണർഷിപ്പിലേക്ക് വളരാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യത്തെ പടി എന്ന് പറയുന്നത് സെയിൽസ് ആണ്. സെയിൽസിന്റെ ഭാഗമായിട്ട് 6 പേരുടെ ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കി. നമ്മളെ സംബന്ധിച്ചോളം നമുക്കറിയാം, ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു പ്രതിസന്ധി ഘട്ടം വരുന്ന സമയത്ത് നമ്മളെ സഹായിക്കാൻ ഇന്ന വ്യക്തി ഉണ്ടാവും. എൻ്റെ സഹോദരൻ്റെ കൂടെ ഉണ്ടാവും, എൻ്റെ കസിൻ, എൻ്റെ കൂടെ പഠിച്ച ആള്, എൻ്റെ ചങ്ക് ആയിട്ടുള്ള വ്യക്തികൾ എൻ്റെ കൂടെ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പറയുന്ന ആളുകളുണ്ട്. അതേ സമയത്ത് അവർക്ക് ആവശ്യം വരുമ്പോൾ അവരുടെ കൂടെ നിൽക്കാൻ നമ്മളും തയ്യാറാണ്. എനിക്കൊരു ആവശ്യം വരുമ്പോൾ അവൻ എൻ്റെ കൂടെ ഉണ്ടാവും, എനിക്കൊരു ആവശ്യം വരുമ്പോൾ അവൻ എൻ്റെ കൂടെ ഉള്ളതുപോലെ തന്നെ അവൻ്റെ ആവശ്യം വരുമ്പോൾ അവൻ്റെ കൂടെ ഞാനും ഉണ്ടാകും എന്ന് പറയുന്ന, ജീവൻ കൊടുക്കാൻ വരെ നമ്മൾ തയ്യാറാണെന്നൊക്കെ നമ്മൾ പറയുന്ന ചില ആളുകളുണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സഹായിക്കുന്ന പ്രതീക്ഷിക്കുന്ന ആളുകളുണ്ട്. സ്വാഭാവികമായിട്ടും ഇവരിങ്ങനെ സഹായിക്കുമോ, നമുക്ക് ആവശ്യം വന്നാൽ ഇവർ കൈമലർത്തുമോ, അതല്ല നമ്മളെ സഹായിക്കുമോ എന്നറിയാനുള്ള ഒരു ടെസ്റ്റ് അനിവാര്യമാണ്. നമ്മൾ കരുതുകയാണ് നമ്മുടെ സുഹൃത്ത്, നമ്മുടെ കൂടെ നടക്കുന്ന സുഹൃത്ത് എനിക്ക് അപകടം വന്നാൽ എൻ്റെ കൂടെ ഉണ്ടാകും,
അവൻ അവിടെ വന്ന് ഞാനും അവന്റെ കൂടെ ഉണ്ടാവും, നമ്മൾ കരുതുന്നുണ്ട്, നമ്മൾ പലപ്പോഴും അവരെ സഹായിച്ചിട്ടുണ്ടാവും. പക്ഷെ അവർ ഇങ്ങോട്ടും സഹായിക്കുമെന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട്, നമ്മുടെ കൂടെ നിൽക്കുന്ന പ്രതീക്ഷ നമുക്കുണ്ട്. പക്ഷെ അവരത് ചെയ്യുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കേണ്ട ഒരു ചെറിയ ടെസ്റ്റ് നമ്മൾ നടത്തേണ്ടതുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ആവശ്യം വരുമ്പോൾ നമ്മൾ ഡിസപ്പോയിന്റ് ആയി പോകും, നമ്മൾ നിരാശരായി പോകും. ഒരാവശ്യം വരുമ്പോഴായിരിക്കും, ചിലപ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാക്കുക, ഓ ഇവരെന്റെ കൂടെ നിൽക്കുന്നു കരുതി, പക്ഷെ ഇവരുടെ കൂടെ നിന്നില്ലല്ലോ എന്ന് പറയുന്ന ഡിസപ്പോയിന്റ്മെന്റ് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ട് ചെറുതായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഇതിനെ നമ്മൾ ടെസ്റ്റിങ്ങിന്റെ ഭാഗമാക്കി മാറ്റാം. അപ്പോൾ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നതോടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, നമ്മുടെ അങ്കിള്, നമ്മുടെ ഏറ്റവും അടുത്ത നമ്മുടെ അങ്കിള്, നമ്മുടെ അമ്മാവൻ കംസനെ പോലത്തെ സ്വന്തം മരുമകനെ കൊല്ലാൻ നടന്ന കംസനെ പോലത്തെ അമ്മാവനാണോ, അതല്ല സ്വന്തം മരുമക്കൾക്ക് പണി കൊടുത്ത കൈകേയിയെ പോലുള്ള ആന്റിയാണോ, അതല്ല ദുര്യോധനെ പോലുള്ള സുഹൃത്താണോ, അല്ല സഹോദരനാണോ? പാണ്ഡവരെ സംബന്ധിച്ചോളം അവർക്ക് പണി കൊടുത്തുള്ള വ്യക്തിയാണ് ദുര്യോധനൻ. പറയുമ്പോൾ സഹോദരനാണ്. പക്ഷേ ഒരു പ്രതിസന്ധി സമയത്ത്, ഒരു അവസരം വന്ന സമയത്ത് അവരെ രാജ്യത്ത് പുറത്താക്കിയാണ് അവർ ചെയ്തിട്ടുള്ളത്. അവരുടെ യുദ്ധം ചെയ്യുകയും കൊല്ലാൻ വരെ തയ്യാറാവുകയും ചെയ്തിട്ടുള്ള അങ്ങനത്തെ സഹോദരനാണോ, അതല്ല കൈകേയിയെ പോലുള്ള ഒരു അവസരം വരുമ്പോൾ നമുക്കിട്ട് പണി തരുന്ന തരത്തിലുള്ള ആന്റിമാരാണോ, അതല്ല കംസനെ പോലെ നമ്മളെ കൊല്ലാൻ നടക്കുന്ന, നമ്മോട് ദേഷ്യം വെച്ച് പുലർത്തുന്ന അമ്മാവനാണോ നിങ്ങൾക്ക് ഉള്ളത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ചെറിയ ടെസ്റ്റായിട്ട് നമുക്ക് ഈ ലിസ്റ്റിനെ ഉപയോഗപ്പെടുത്താമെന്നുള്ളതാണ്. നമ്മൾ ഈ പ്രൊഡക്റ്റുമായിട്ട്, നമ്മുടെ ഈ ബിസിനസ്സുമായിട്ട് അവിടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മൾ കരുതുകയാണ് നമ്മുടെ അമ്മാവൻ കുറെ വർഷമായിട്ട് പ്രമേഹവുമായി ബന്ധപ്പെട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹത്തിന് പ്രമേഹം മാറട്ടെ എന്നുള്ള പ്രതീക്ഷയോട് കൂടി, ആഗ്രഹത്തോട് കൂടിയിട്ട് നമ്മൾ അദ്ദേഹത്തിന് ഈ പ്രൊഡക്റ്റ് വളരെ സന്തോഷത്തോടെ കൊണ്ടു ചെല്ലുന്ന സമയത്ത്, നമ്മൾ ഈ പ്രൊഡക്റ്റുമായിട്ട് അടുത്തെത്തുന്ന സമയത്തായിരിക്കും നമുക്ക് മനസ്സിലാവുക, നമ്മളെ ഏറ്റവും അവസാന പ്രതീക്ഷ, അവസാന തത്താണി എന്നൊക്കെ നമ്മൾ കരുതിയിട്ടുള്ള വ്യക്തികൾ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ റിജക്റ്റ് ചെയ്യും, ചിലപ്പോൾ നമ്മൾ അവോയ്ഡ് ചെയ്യും, ചിലപ്പോൾ നമ്മൾ ഇഗ്നോർ ചെയ്യും, ചിലപ്പോൾ നമ്മൾ ട്രോൾ, നമ്മൾ കളിയാക്കിയിട്ട് നമ്മൾ പരിഹരിച്ച് വിടും, ചിലപ്പോൾ നമ്മൾ മോക്ക് ചെയ്യും, ചിലപ്പോൾ നമ്മളെ ഇൻസൾട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നാണ്. നമ്മളെ അപഹാസ്യരാക്കി പരിഹാസ്യരാക്കി വരെ ഇൻസൾട്ട് വരെ ചെയ്തുകൊണ്ട് വരെ പുറത്താക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അവര് നമ്മളെ കൂടെ നിൽക്കുമോ, നമ്മൾ കാര്യം പറയുന്ന സമയത്ത് നമ്മൾ അവരുടെ കൂടെ നിൽക്കുമോ, അതല്ല അവർ നമുക്ക് നമ്മളെ പരിഹരിച്ച് കളിയാക്കി വിടുകയാണോ ചെയ്യുക, അതല്ല നമ്മളെ കൂടെ നിൽക്കുമോ എന്ന് മനസ്സിലാക്കാൻ ടെസ്റ്റ് കൂടി ആയിട്ട് നമ്മൾ ഈ ഒരു അവസരത്തെ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളെ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെച്യൂരിറ്റി അല്ലെങ്കിൽ നമ്മുടെ പക്വത എന്ന് പറയുന്നത് എത്രത്തോളം ഇൻസൾട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നനുസരിച്ചാണ്. ജീവിതം എല്ലാം നല്ല രസത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്, യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, എല്ലാം പോസിറ്റീവായിട്ട് നടക്കുമ്പോൾ അങ്ങനെ ജീവിക്കുന്ന ആളുകൾക്ക് എന്ത് ചോദിച്ചാലും വാങ്ങിക്കൊടുക്കുന്ന മാതാപിതാക്കൾ, എന്ത് വേണമെങ്കിലും ഏത് സമയത്തും എല്ലാം അവിടെ മുമ്പിൽ റെഡിലി അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ആളുകൾക്ക് പൊതുവെ മെച്യൂരിറ്റി കുറവായിരിക്കും. നേരെ മറിച്ച് ഒരുപാട് പ്രതിസന്ധിയോടെ വളർന്നു വന്ന ആളുകൾക്കായിരിക്കും വലിയ മെച്യൂരിറ്റി ജീവിതത്തിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു മെച്യൂരിറ്റി നമുക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത്തരത്തിൽ കുറച്ച് ഇൻസൾട്ടുകളും കുറച്ച് വിഷയങ്ങളൊക്കെ നമ്മൾ നേരിടേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റാണ്, ഒരു ഇൻസൾട്ട് വരുന്ന സമയത്ത് അവിടെ നമ്മൾ ആത്മഹത്യ ചെയ്യാനോ അല്ലെങ്കിൽ ജീവിതം തന്നെ മടുത്തു പോകുന്ന അവസ്ഥയിലേക്കോ അല്ലെങ്കിൽ ആ മേഖലനെ വിട്ടുപോവുകയോ ചെയ്യുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ അതിനെതിരെ മറ്റു പല രീതികളും പക്വത ഇല്ലാതെ പെരുമാറുന്ന ആളുകളുണ്ട്, കരയുന്ന ആളുകളുണ്ട്. എന്നാൽ അതൊന്നുമല്ല യഥാർത്ഥ രീതി എന്ന് പറയുന്നത്. ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. റോയൽ സിംല ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു 5 സ്റ്റാർ ഹോട്ടൽ, ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയിട്ടുള്ള റോയൽ സിംല ഹോട്ടൽ എന്ന 5 സ്റ്റാർ ഹോട്ടൽ മുമ്പിൽ ബോർഡ് ഉണ്ടായിരുന്നു. ആ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, നോ ഡോഗ്സ് ഓർ ഇന്ത്യൻസ്, ഇന്ത്യക്കാർക്കും പട്ടികൾക്കും പ്രവേശനമില്ല എന്നുള്ളതാണ് ആ പുറത്ത് അവർ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയിൽ വന്നിട്ട് റോയൽ സിംല ക്ലബ്ബ് എന്ന് പറയുന്ന വലിയൊരു 5 സ്റ്റാർ ഹോട്ടൽ ഉണ്ടാക്കുകയും ആ 5 സ്റ്റാർ ഹോട്ടലിന് മുമ്പിൽ അവർക്ക് അവരുടെ പൈസ കൊടുക്കുന്ന ആളുകളെ കയറ്റാം. കസ്റ്റമർ ഒരു ദിവസത്തേക്ക് 5000 രൂപയോ 50,000 രൂപയൊക്കെ കൊടുത്തുകൊണ്ട് അവർ താമസിക്കാൻ തയ്യാറാണെങ്കിൽ അതവരുടെ കസ്റ്റമറാണ്, അവരതിനെ അങ്ങനെ രീതി കാണണം. പക്ഷേ ആ രീതിയിൽ കാണുന്നതിന് പകരം പണം ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, ബില്ല് അടച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, ഇവിടെ ഇന്ത്യക്കാർക്ക് പ്രവേശനമില്ല, ഇന്ത്യക്കാർക്ക് മാത്രമല്ല ഇന്ത്യക്കാർക്കും പട്ടികൾക്കും പ്രവേശനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഇന്ത്യക്കാരെ പരിഹസിക്കുന്ന രീതിയിൽ അത്രയും തരം താത്തിക്കൊണ്ട് ഒരു ബോർഡ് അവിടെ വെച്ചപ്പോ ഒരു വ്യക്തി അത് കാണാനിടയായി. ആ കണ്ട വ്യക്തിക്ക് വേണമെങ്കിൽ അതിനെതിരെ കല്ലെറിയാം, അല്ലെങ്കിൽ അവിടെ കുറച്ച് കരിവാരി തേക്കാം. ഇങ്ങനത്തെ പല രീതികളും ചില ആൾക്ക് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ സ്വയം അപഹാസ്യനായിട്ട് അവിടെ ഇറങ്ങി പോരാം. അതല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കാം, ഓ എന്റെ രാജ്യത്ത് വന്നിട്ട് ഇവരിങ്ങനെയാണ് പെരുമാറുന്നത്, എന്റെ ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് വിലപിച്ചുകൊണ്ടിരിക്കാം. പക്ഷേ ജംഷിദ്ജി ടാറ്റ എന്ന് പറയുന്ന ആ മഹത്തായ ആ ഒരു വ്യക്തി അങ്ങനെയുള്ള തീരുമാനമല്ല എടുത്തത്. അദ്ദേഹം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു 5 സ്റ്റാർ ഹോട്ടൽ, ആദ്യത്തെ 5 സ്റ്റാർ ഹോട്ടൽ ഉണ്ടാക്കിയപ്പോൾ അതിന് മുമ്പിൽ അദ്ദേഹം ബോർഡ് വെച്ചു, ബ്രിട്ടീഷുകാർക്കും പട്ടികൾക്കും പ്രവേശനമില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ബ്രിട്ടീഷുകാർക്കും പട്ടികൾക്കും പ്രവേശനമില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ബോർഡ് വെച്ചുകൊണ്ടാണ് ഈ ബോർഡിന് പകരം വീട്ടിയത്.
ഒരു മധുര പ്രതികാരം എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇങ്ങനെയാണ് അദ്ദേഹം പ്രതികാരം ചെയ്തത് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഒരു ബിസിനസ്മാൻ ആണ്. അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് റോയൽ സിംല ക്ലബ്ബ് എന്ന് പറയുന്ന 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കാനുള്ള അവസരം അത് നിശ്ചയിച്ചപ്പോൾ അദ്ദേഹം ഒരു സ്വന്തമായിട്ട് ഈ രീതിയിലുള്ള ഒരു വലിയൊരു 5 സ്റ്റാർ ഹോട്ടൽ ഉണ്ടാക്കുകയും ആ ഹോട്ടലിന് മുമ്പിൽ ഇങ്ങനെ ബോർഡ് വെച്ചുകൊണ്ട് അതിന് മധുര പ്രതികാരം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയാണ് ഇൻസൾട്ടുകളെയും നമുക്കെതിരെ വരുന്ന പരിഹാസങ്ങളെയും ഒക്കെ നമ്മൾ നേരിടേണ്ടത് എന്നുള്ളതാണ്. നമുക്കെതിരെ ആരോപണം വരുമ്പോൾ അതിൽ ഇങ്ങനെയാണ് മധുരമായിട്ടുള്ള ഒരു ഒരു ആനന്ദം കണ്ടെത്തേണ്ടത് ഈ ഒരു രീതിയിലാണ്. ഈ ഒരു ബോർഡ് വെക്കുന്നതിലൂടെ ഇത്രയും വലിയ 5 സ്റ്റാർ ഹോട്ടൽ ഉണ്ടാക്കി അതിന് മുമ്പിൽ ഈ ഒരു ബോർഡ് തൂക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു മനസ്സുകൊണ്ട് അതാണ് യഥാർത്ഥമായിട്ട് ഇൻസൾട്ടുകളെ നമ്മൾ നേരിടേണ്ട രീതി എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ഏത് ടോം ഡിക്ക് ആൻഡ് ഹാരി ക്യാൻ ഹാൻഡിൽ യെസ് എന്നുള്ളതാണ്. യെസ് എന്ന് പറയുന്നത് നാട്ടിൽ പറഞ്ഞ നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ഏത് അണ്ടനും അടകോടനും പറ്റുമെന്ന് അർത്ഥം. ഒരു യെസ് എന്ന് പറയുന്ന കാര്യത്തെ സ്വീകരിക്കാൻ നമ്മൾ ഒരു കാര്യം ആവശ്യപ്പെടുന്നു, അവർ യെസ് എന്ന് പറയുന്നു. എന്ത് വിഷയമായിക്കോട്ടെ, ഏതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും വിഷയത്തെ നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്ത് അവർ ഓക്കെ എന്ന് പറയുന്ന സമയത്ത് അതിനെ ഹാൻഡിൽ ചെയ്യാൻ എല്ലാവർക്കും പറ്റും. കാര്യം ചോദിക്കുമ്പോൾ ആ കാര്യം അതുപോലെ നടക്കുന്ന സമയത്ത് അതിനെ ഹാൻഡിൽ ചെയ്യാൻ ഏത് അണ്ടനും അടകോടനും പറ്റുമെന്നർത്ഥം. ഇനി ടോം ഡിക്ക് ആൻഡ് ഹാരി ക്യാൻ ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ ആരെ കൊണ്ടും പറ്റുമെന്നർത്ഥം. പക്ഷേ കുറച്ച് ധൈര്യമുള്ള ആളുകൾക്ക് മാത്രമേ നോ എന്ന് പറയുന്ന വാക്കിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവരെ കൊണ്ടും നോകൾ റിജക്ഷൻ വരുന്ന സമയത്ത് അതിനെ ഏറ്റെടുക്കാൻ എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല. നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും സംഭവിക്കുന്ന അവസ്ഥയാണ്. അഭ്യർത്ഥന നിരസിച്ചു, ഒരാൾ പോയിട്ട് ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറയാറുണ്ടല്ലേ. കാമുകനോ കാമുകിയോ പോയിട്ട് ആത്മഹത്യ ചെയ്തു എന്ന വാക്കുകൾ നമുക്ക് കേൾക്കാറുണ്ട്. യെസ് എന്ന് പറഞ്ഞാൽ അതിനെ സുന്ദരിയായ ആളെ കണ്ടു, അവരോട് ഇന്ന് കാര്യം പറഞ്ഞു, അവർ യെസ് എന്ന് പറഞ്ഞു, കല്യാണം നടന്നു, അദ്ദേഹം ഹാപ്പിയാണ്. പക്ഷേ നോ എന്ന് പറഞ്ഞാൽ അതിൽ അവരെന്നെ കേട്ടില്ലല്ലോ, എന്നെ തള്ളി പറഞ്ഞല്ലോ, പിന്നെ നിരാശാകാമുകനായിട്ട് ജീവിതം മൊത്തം പിന്നെ അങ്ങനെ തീർക്കുന്നതിന് വേറെ കല്യാണം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിരാശാകാമുകനായിട്ട് ജീവിതം തീർക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു നോയെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ആളുകൾ ആവുകയല്ല വേണ്ടത്. ആ നോയെ മധുരമായ പ്രതികാരം ചെയ്ത പോലെ ജംഷിദ് ചാട്ട പറഞ്ഞതുപോലത്തെ രീതിയിൽ തന്നെ നോയെ ഹാൻഡിൽ ചെയ്യാനാണ് അവർ പഠിക്കേണ്ടത്. ആ നോ എങ്ങനെ ശക്തമായിട്ട് ഒരു മധുര പ്രതികാരം അതോട് തീർത്തുകൊണ്ട് എങ്ങനെയാണ് ആ നോയെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതായിരിക്കണം ഒരു യഥാർത്ഥമായിട്ട് ഇൻസൾട്ട് ടേക്ക് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു മെച്യൂരിറ്റി ഉള്ള വ്യക്തി, ഒരു പക്വത എന്നുള്ള വ്യക്തി അതിനെ അങ്ങനെയാണ് കാണേണ്ടത് എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ, നമ്മുടെ ലോകത്തിലുള്ള ആളുകൾ മൊത്തം ഭീരുക്കളാണ്. നമ്മുടെ നാട്ടിലെ ആളുകളെല്ലാം പൊതുവെ എല്ലാവരും ഭീരുക്കളാണ്. ആ ഭീരുക്കളിൽ നിന്ന് മാറിയിട്ട് നേരത്തെ യൂസുഫ് അലി പറഞ്ഞ പോലത്തുള്ള അല്ലെങ്കിൽ ജംഷിദ് ടാറ്റയെ പറഞ്ഞ പോലുള്ള ധൈര്യമുള്ള ആളുകളായിട്ട് മാറുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിനൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ പല ആളുകളും ഒരു ജോബിന് 25,000 രൂപ ശമ്പളം കിട്ടുന്ന ജോലിക്ക് വേണ്ടിയിട്ട് 25 ലക്ഷം രൂപ കെട്ടിവെച്ചുകൊണ്ട് ആ ജോലിക്ക് എടുക്കാൻ അവർ തയ്യാറാണ്. പലപ്പോഴും സെയിൽസ് മേഖലയിൽ ഇതിനേക്കാൾ വലിയ സ്കില്ല് അതിണ്ടായിരിക്കാം. സെയിൽസ് മേഖല ഇതിനേക്കാൾ നല്ല വരുമാനം വാങ്ങാൻ പറ്റിയ അവസരം ഉണ്ടായിട്ടും ആ സെയിൽസ് മേഖല വേണ്ട, അഥവാ സെയിൽസ് മേഖലയിൽ നോ എന്ന് പറഞ്ഞ വാക്ക് കേൾക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ പലപ്പോഴും സെയിൽസിന്റെ മേഖലയിൽ നിന്ന് ആളുകൾ അല്ലെങ്കിൽ ബിസിനസിന്റെ മേഖലകളിൽ നിന്ന് ആളുകൾ മാറി നിന്നിട്ട് 25 ലക്ഷം കെട്ടി നമ്മുടെ നാട്ടിലൊക്കെ അധ്യാപകർ നമുക്കറിയാം. ആ ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരുപാട് അധ്യാപകർ നമുക്കറിയാം. ഗവൺമെന്റ് മേഖലയിലൊക്കെ ലക്ഷങ്ങൾ കെട്ടിവെച്ചുകൊണ്ട് ലക്ഷങ്ങൾ തിരിച്ചു കിട്ടാത്ത രീതിയിൽ ലക്ഷങ്ങൾ ഡൊണേഷൻ പോലെ കൊടുത്തുകൊണ്ട് 25,000 രൂപയുടെ 30,000 രൂപയൊക്കെ സാലറിക്ക് വേണ്ടി കയറി നിൽക്കുന്ന എത്രയോ ആളുകൾ നമുക്കറിയാം. 40 ലക്ഷം 50 ലക്ഷം കെട്ടി വെച്ചുകൊണ്ട് 50,000 രൂപയുടെ ജോലി കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് ജോലിക്കൊക്കെ വേണ്ടിയിട്ട് നടക്കുന്ന ആളുകളുണ്ട്. ഈ 50 ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങിയിട്ട് അത് വിജയിപ്പിക്കാമായിരുന്നു. പക്ഷെ 50 ലക്ഷം രൂപയ്ക്ക് ഞാൻ ബിസിനസ് തുടങ്ങിയിട്ട് എൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കസ്റ്റമറിലേക്ക്, ക്ലയന്റുകളിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ അവരെന്നോട് നോ പറഞ്ഞാലോ എന്നുള്ള ഭയം കൊണ്ട് ആ 50 ലക്ഷം രൂപ ബിസിനസ്സിൽ നിക്ഷേപിച്ചാൽ മടിച്ചുകൊണ്ട് 50 ലക്ഷം രൂപ 25 ലക്ഷം രൂപയൊക്കെ അവർ ജോലിക്ക് സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുകയും പിന്നീട് അവിടുത്തെ അടിമയായിട്ട് അവിടെ പിന്നീട് കാലാകാലം നിന്നുകൊണ്ട് അവിടെ നിന്ന് തുച്ഛമായ സാലറി വാങ്ങി നിൽക്കുന്ന ആളുകൾ നമ്മൾ കാണുന്നത് ഈ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഭീരുക്കളായ ജനങ്ങളായതുകൊണ്ടാണ്. നമ്മൾ ചെയ്യേണ്ടത് ഈ സെയിൽസിന്റെ നോയെ സ്വീകരിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. 6 പേരുടെ ലിസ്റ്റ് ഇട്ടു അല്ലെ, പറഞ്ഞു വന്നതാണ്. 6 പേരുടെ ലിസ്റ്റ് ഇട്ടു. ഇവരടുത്തേക്ക് പോകുന്ന സമയത്ത് എല്ലാവരും നമ്മുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങും എന്ന് നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷേ സ്വാഭാവികമായിട്ടും എല്ലാവരും നമ്മുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കൊള്ളണമെന്നില്ല. ആ വാങ്ങില്ല, വേണ്ട, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ കളിയാക്കുകയോ നമ്മൾ പരിഹരിച്ച് ഇറക്കി വിടുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിൽ നിരാശരാവുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഭീരുക്കളുടെ കൂട്ടത്തിൽ പെടാതെ നോയെ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചിട്ടുള്ള മെച്യൂരിറ്റിയുള്ള ആളുമായിട്ട് മാറുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ 6 പേരുടെ ലിസ്റ്റ് ഇട്ടു. ഇനി നമ്മൾ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 2 ദിവസം കൊണ്ട്, ഇനി വരുന്ന 2 ദിവസം നിങ്ങൾ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് 2 ദിവസം കൊണ്ട് തന്നെ, ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യാതെ 1-2 ദിവസം കൊണ്ട് തന്നെ ഈ 6
പേരുടെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഈ ലിസ്റ്റിലുള്ള ആളുകളിലേക്ക് ഈ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുകയും അവർക്ക് പ്രൊഡക്റ്റ് വിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ടാസ്ക്. നമ്മുടെ ധൈര്യം തെളിയിക്കാനുള്ള, നമ്മുടെ സെയിൽസ് സ്കിൽ തെളിയിക്കാനുള്ള, നമ്മുടെ ഒരു ബിസിനസ്മാന്റെ വളർച്ചയിലേക്കുള്ള ആദ്യ സ്റ്റെപ്പ് പടിയായിട്ടുള്ള സെയിൽസിന്റെ ഭാഗമായിക്കൊണ്ട് ഈ 6 പേരിലേക്ക് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇതുമായി അവരുടെ പ്രൊഡക്റ്റിന്റെ പേര് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ. ഓരോ വ്യക്തികൾക്കും ഏത് പ്രൊഡക്റ്റാണ് വേണ്ടി വരിക എന്നതിന്റെ പേര് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഷുഗറുള്ള വ്യക്തിയാണെങ്കിൽ ഐ കോഫിയാണ്. ആ ഐ കോഫിയുടെ വീഡിയോ നമ്മൾ ആ വ്യക്തിക്ക് അയച്ചു കൊടുക്കുക. അങ്ങനെ ഈ 6 പേർക്കും ഏതാണോ അവരുമായി ബന്ധപ്പെട്ട പ്രൊഡക്റ്റ്, അനുഭവിക്കുന്ന പ്രശ്നത്തിന്റെ, ആരോഗ്യ പ്രശ്നത്തിന് അവരുമായി ബന്ധപ്പെട്ട പ്രൊഡക്റ്റ് ഏതാണോ ആ പ്രൊഡക്റ്റിന്റെ വീഡിയോ നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കുക. മലയാളത്തിലുള്ള വീഡിയോസ് ഉണ്ട്, മലയാളത്തിലെ വീഡിയോ അയച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ലാംഗ്വേജിലുള്ള വീഡിയോസ് അവർക്ക് അയച്ചു കൊടുക്കുക. അതിനുശേഷം അവരത് കണ്ടതിന് ശേഷം, അവരത് കണ്ടു എന്ന് ഉറപ്പുവരുത്തുക. ബ്ലൂടിക്ക് ആയാലും മനസ്സിലാക്കാം അവരത് കണ്ടു എന്നുള്ളത്. അവർ ആ മെസ്സേജ് കണ്ടതിന് ശേഷം അവർക്ക് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് മാറിയ ഒരു വ്യക്തിയുടെ ടെസ്റ്റ് മണി അയച്ചു കൊടുക്കുക. ഇവിടെ അതേ പ്രശ്നം ഉണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് ലേഡീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ വീഡിയോസ് എനിക്ക് ലഭിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡയബറ്റിക് ആയ വ്യക്തിയാണ്, ഡയബറ്റിക്സ് അല്ലെങ്കിൽ പ്രമേഹം മൂലം ബുദ്ധിമുട്ടുന്ന വ്യക്തി ഐ കോഫി കഴിച്ചിട്ടുള്ള വ്യത്യാസങ്ങൾ പറയുന്ന വീഡിയോസ് ഉണ്ട്. ആ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുക. അവർ ആ വീഡിയോ കണ്ടതിന് ശേഷം, അവർ ആ ടെസ്റ്റ് മണിയും അവർ കണ്ടതിന് ശേഷം നിങ്ങളുടെ സ്റ്റോർ ലിങ്ക്, നിങ്ങൾ ഐ ഡി കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റോർ ലിങ്ക് കിട്ടും. ആ സ്റ്റോർ ലിങ്ക് നിങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കുക. അടുത്ത സ്റ്റെപ്പ് ആ സ്റ്റോർ ലിങ്ക് അയച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഈ സ്റ്റോർ ലിങ്ക് അവർക്ക് അയച്ചു കൊടുക്കുകയും ആ സ്റ്റോർ ലിങ്ക് കണ്ട ഉടനെ നിങ്ങൾ അവരെ വിളിക്കുക. അവരെ വിളിച്ചിട്ട് ഞാനൊരു പ്രൊഡക്റ്റിന്റെ വീഡിയോ ഇട്ടിരുന്നു, അതിന്റെ ടെസ്റ്റ് മണി, ഒരു ഉപയോഗിച്ച് മാറിയ വ്യക്തിയുടെ അല്ലെങ്കിൽ ഉപയോഗിച്ച് ബെനിഫിറ്റ് കിട്ടിയ ഒരു വ്യക്തിയുടെ വീഡിയോ ഞാൻ വിട്ടിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഒരു സ്റ്റോർ ലിങ്ക്, അത് വാങ്ങാനുള്ള ഒരു ലിങ്ക് കൂടി ഞാൻ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ പ്രൊഡക്റ്റ് വാങ്ങാൻ കേട്ടോ. നിങ്ങൾ ആ പ്രൊഡക്റ്റിൽ നിന്ന് അതിൽ ക്ലിക്ക് ചെയ്ത് ഓർഡർ ചെയ്ത് നോക്കി. നിങ്ങൾക്ക് ഷുഗർ ഉണ്ടല്ലോ, നിങ്ങൾ അതൊന്ന് ഓർഡർ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിളിക്കുക. അവരെ വിളിച്ചിട്ട് ജസ്റ്റ് ആ പ്രൊഡക്റ്റ് അവരോട് ഓർഡർ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുക. നമുക്ക് പറയാം, ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഞാൻ ആൾറെഡി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതിന്റെ ഭാഗമായിട്ടാണ്, അപ്പോൾ നിങ്ങൾക്ക് പറ്റിയ പ്രൊഡക്റ്റാണ്, അത് ഉപയോഗിച്ച ആൾക്ക് നല്ല വ്യത്യാസമുണ്ട്, നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഈ വീഡിയോസ് അയച്ചു കൊടുക്കുകയും അവരുടെ ആ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി ആവശ്യപ്പെടുന്ന അടുത്ത ആളുകളാണ്. അതുകൊണ്ടാണ് ഈ ഒരു രീതി നമ്മൾ ചെയ്യുന്നത്. നമ്മൾ വളരെ അടുത്തില്ല, നമുക്കറിയാം അവരുടെ പ്രശ്നം എന്താണെന്ന് നമുക്കറിയാം. നമ്മുടെ ജ്യേഷ്ഠനാണ്, അല്ലെങ്കിൽ നമ്മുടെ അമ്മാവനാണ്, അല്ലെങ്കിൽ നമ്മുടെ അമ്മായിയാണ്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ പഠിച്ച ആളാണ്, നമ്മുടെ കൂടെ ഇത്രയും കാലം നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. ആ വ്യക്തിക്ക് ആസ്മ അല്ലെങ്കിൽ അലർജി പോലുള്ള വിഷയങ്ങളുണ്ട്, നമുക്കറിയാം. നമ്മുടെ അമ്മാവന് ഷുഗർ ഉണ്ട്, അതിന് കാല് മുറിക്കാൻ വെച്ചിരിക്കുന്നത് നമുക്കറിയാം. ആ വ്യക്തിക്കാണ് നമ്മൾ വീഡിയോ അയച്ചു കൊടുക്കുന്നത്. ഏറ്റവും അടുത്ത ആളുകളിലേക്കാണ് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുകയും ഒരു രീതിയിൽ വിളിച്ചിട്ട് നേരെ നമുക്ക് അവരുമായി ബന്ധം വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ പ്രൊഡക്റ്റ് ഒന്ന് ഓർഡർ ചെയ്തോട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവിടെ പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കുന്ന സമയത്ത് ടൈപ്സ് ഓഫ് സെയിൽ, വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് പ്രൊഡക്റ്റ് ആളുകളോട് സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്ന് കമ്പൽസറി സെയിലാണ്, നീ വാങ്ങിയേ പറ്റൂ, അത് വേറെ ഓപ്ഷൻ ഇല്ല. ഞാൻ ലിങ്ക് ഇട്ടിട്ട് ആ പ്രൊഡക്റ്റ് നീ വാങ്ങണം. ചില ആളുകളോട് നമുക്ക് അത്രയും ബന്ധമുണ്ടാവും, അല്ലെങ്കിൽ ചില ആളുകളുടെ മുകളിൽ നമുക്ക് അധികാരം ഉണ്ടാവും. ഇപ്പൊ നിങ്ങളുടെ അനിയനാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത സുഹൃത്തായിരിക്കാം. നിങ്ങൾ പറഞ്ഞാൽ അവർക്കത് തട്ടിക്കളയാൻ പറ്റില്ല. അങ്ങനെ ആളുകൾ നിങ്ങൾക്ക് കമ്പൽസറി സെയിലാണ്, അത് വാങ്ങ് എന്ന് പറഞ്ഞുകൊണ്ട് നീ കുറച്ച് വാങ്ങിയേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൊണ്ട് നിങ്ങൾക്ക് വാങ്ങിപ്പിക്കാം. നമ്മളിപ്പോൾ ലിസ്റ്റിലുള്ളത് നമ്മൾ ഏറ്റവും അടുത്ത ബന്ധമുള്ള 6 പേരുടെ ലിസ്റ്റാണ്. അപ്പൊ അവരോട് ഏത് രീതിയിൽ പറയണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾക്കാണ് അറിയുക. അവരുമായി ബന്ധമനുസരിച്ച് ചില വ്യക്തികളെ നമുക്ക് നിർബന്ധിപ്പിച്ച് വാങ്ങിപ്പിക്കാൻ പറ്റും. സെയിൽസിന്റെ വ്യത്യസ്തമായ രീതികളാണ്. ഇതിൽ ഏത് രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. കമ്പൽസറി സെയിൽ എന്ന് പറഞ്ഞാൽ നീ വാങ്ങിയേ പറ്റൂ, നമ്മൾ ആദ്യത്തെ കച്ചവടമാണ്, നീ ഇത് വാങ്ങിയേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ചില സുഹൃത്തുക്കളൊക്കെ, അടുത്ത ബന്ധുക്കൾ അടുത്ത സുഹൃത്തുക്കളൊക്കെ നമുക്ക് അങ്ങനെ വാങ്ങിപ്പിക്കാൻ പറ്റും. രണ്ടാമത്തെ ഓപ്ഷൻ ഒബ്ലിഗേറ്ററി സെയിലാണ്, അഥവാ ഒരു കടപ്പാടിന്റെ പേരിൽ. പണ്ട് നിനക്ക് ആവശ്യം വന്ന സമയത്ത് ഞാൻ നിന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന് ഞാൻ പുതിയ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്, നീ എൻ്റെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് എന്തായാലും വാങ്ങിയേ പറ്റൂ, ഇന്ന് എനിക്ക് നിന്റെ സഹായം ആവശ്യമുള്ള സമയമാണ്, എൻ്റെ കമ്പനിയുടെ ഭാഗമായിട്ട് എനിക്ക് 6 വ്യത്യസ്ത കസ്റ്റമറിലേക്ക് 12 പൊട്ട് വിൽക്കേണ്ടതുണ്ട്, അതുകൊണ്ട് അന്നത്തെ കടപ്പാടിന്റെ ഒരു വിലയുടെ പേരിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചില പ്രൊഡക്റ്റുകൾ ആ രീതിയിൽ സെയിൽ ചെയ്യാൻ പറ്റും. നേരിട്ട് പറഞ്ഞപ്പോൾ അത് വാങ്ങില്ല എന്നുണ്ടെങ്കിൽ കമ്പൽസറി സെയിൽ പറ്റില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഓപ്ഷനാണ് ഒബ്ലിഗേറ്ററി സെയിൽ എന്ന് പറയുന്നത്, കടപ്പാടിന്റെ പേരിലുള്ള സെയിൽസ്. അന്ന് നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കൂടെ ഒന്നാണ്, ഇന്ന് അല്ലെങ്കിൽ നിനക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റേതെങ്കിലും കാരണങ്ങളായിരിക്കാം, അല്ലെങ്കിൽ കടം കൊടുത്തുള്ള വ്യക്തികളായിരിക്കാം, ഇന്ന് എനിക്ക് പ്രൊഡക്റ്റിനുമായി ബന്ധപ്പെട്ട് നീണ്ടുന്ന പ്രൊഡക്റ്റ് വാങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒബ്ലിഗേറ്ററി സെയിൽ എന്ന് പറയുന്ന രീതിയിൽ കടപ്പാടിന്റെ പേരിൽ സെയിൽസും നിങ്ങൾക്ക് നടത്താം. മറ്റൊന്ന് ഇമോഷണൽ സെയിലാണ്. നിങ്ങളുടെ അമ്മാവനോ അമ്മായിയോ ആണ്, അമ്മായിയെ വിളിച്ച് പറയാണ്, അമ്മായിയെ ഞാൻ പുതിയ ഷോപ്പ് തുടങ്ങിയാൽ, ഞാനിപ്പോൾ ഇവിടെ ഷോപ്പ് തുടങ്ങാന്ന് കരുതുക, ഞാൻ ഇവിടെ ഷോപ്പ് തുടങ്ങിയാൽ നിങ്ങൾ എൻ്റെ ഷോപ്പിൽ നിന്ന് സാധനം വാങ്ങില്ലേ, നിങ്ങൾ എൻ്റെ ഷോപ്പിൽ നിന്നാണ് സാധനം വാങ്ങുക, അതല്ല നിങ്ങളുമായി യാതൊരു ബന്ധമില്ലാത്ത ഏതൊരാളുടെ ഷോപ്പിൽ നിന്നാണ് നിങ്ങൾ സാധനം വാങ്ങുക. അല്ലെങ്കിൽ ഞാൻ ഹോട്ടൽ തുടങ്ങി, ഇത്രയും കാലം നിങ്ങൾ ഹോട്ടലിൽ സാധനം വാങ്ങിയത് മറ്റൊരു ഹോട്ടലിൽ നിന്നായിരുന്നു, ഞാൻ ഹോട്ടൽ തുടങ്ങിയപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് നിന്നല്ലേ സാധനം വാങ്ങുകയുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് എൻ്റെ പലചരക്ക് വീട്ടിൽ നിന്നല്ലേ നിങ്ങൾ എൻ്റെ സാധനം വാങ്ങുകയുള്ളൂ
അല്ലെങ്കിൽ എൻ്റെ ഡ്രസ് ഷോപ്പ് ആവട്ടെ, എൻ്റെ ഷോപ്പ് ആവട്ടെ, അല്ലെങ്കിൽ എൻ്റെ സ്ഥാപനം ആവട്ടെ, ഞാൻ സാധാരണ ബിസിനസ് സ്ഥാപനം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ എൻ്റെ കയ്യിൽ സാധനം വാങ്ങുമല്ലോ. അതുപോലെ തന്നെ ഇവിടെയും അതേ സപ്പോർട്ടാണ് ആവശ്യപ്പെടുന്നത്. ഇവിടെ ആ ഷോപ്പായിട്ട് തുടങ്ങിയിട്ടില്ല, ഒരു ഓൺലൈൻ ബിസിനസ്സാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അമ്മാവന് അല്ലെങ്കിൽ അമ്മായിയാണ് എൻ്റെ ആദ്യത്തെ കസ്റ്റമർ. നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങണം, നിങ്ങളൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ ബിസിനസ് തുടങ്ങിയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇമോഷണൽ രീതിയിലൂടെ നമുക്ക് വേണമെങ്കിൽ സെയിൽ നടത്താം. കമ്പൽസറി സെയിൽ ഉണ്ട്, ഒബ്ലിഗേറ്ററി സെയിൽ ഉണ്ട്, ഇമോഷണൽ സെയിൽ ഉണ്ട്. ഈ 3 രീതിയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യ സന്ദർഭം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് സെയിൽ നടത്താം. 4ാമത്തെ രീതിയുണ്ട്, അതിന് അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് പറയുക. അതിവിടെ പ്രസക്തിയില്ല. കാരണം നമ്മൾ ആദ്യത്തെ സെയിൽ എന്ന് പറഞ്ഞാൽ അവിടെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ചെയ്യാനുള്ള സമയം നമുക്കില്ല. 2 ദിവസം കൊണ്ട് 12 പ്രൊഡക്റ്റ് നമുക്ക് വിൽക്കണം. അപ്പൊ അതിന് പ്രധാനപ്പെട്ട നമ്മൾ ബന്ധമുള്ള, അതാണ് നമ്മൾ ലിസ്റ്റ് ഇട്ടപ്പോൾ തന്നെ നമ്മൾ ഏറ്റവും അടുത്ത ബന്ധമുള്ള 6 പേരുടെ ലിസ്റ്റാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അവരിലേക്ക് പ്രൊഡക്റ്റ് വിൽക്കാൻ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരുപാട് സമയം കളയാതെ ഇങ്ങനെ സംഗതി ഉണ്ട്, നിങ്ങൾ വാങ്ങണം, അല്ലെങ്കിൽ നിങ്ങളൊന്ന് പല രീതിയിൽ ഒബ്ലിഗേറ്ററി സെയിൽ ആവട്ടെ, ഇമോഷണൽ സെയിൽ ആവട്ടെ, ഈ രീതികളോടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെയിൽ നടത്താം എന്നുള്ളതാണ്. ഈ 3 രീതിയിലൂടെയും നിങ്ങൾക്ക് അവിടെ സെയിൽ നടത്താൻ പറ്റും. 4ാമത്തെ രീതിയാണ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന രീതി. അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തുമ്പോൾ ചിലപ്പോൾ മാസങ്ങൾ എടുക്കും. ചിലപ്പോൾ നിങ്ങൾ അമ്മായിക്ക് പ്രൊഡക്റ്റ് കൊടുത്ത് അമ്മായിയുടെ റിസൾട്ട് കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളുമായി അത്ര ബന്ധമില്ലാത്തൊരു വ്യക്തി ചിലപ്പോൾ പ്രൊഡക്റ്റ് വാങ്ങുക അമ്മായിയുടെ റിസൾട്ട് കണ്ടതിന് ശേഷമായിരിക്കും. അമ്മായിയുടെ അയൽവാസി ഉണ്ടാവും, അമ്മായിയുടെ അയൽവാസി അമ്മായിയുടെ റിസൾട്ട് കണ്ടിട്ട് പ്രൊഡക്റ്റ് വാങ്ങിക്കോളും. അത് ബോധ്യപ്പെട്ട് വാങ്ങുകയാണ്. ആ ബോധ്യപ്പെടാനുള്ള സമയം നമുക്ക് തുടക്കത്തിൽ ഉണ്ടാവുകയില്ല. ബോധ്യപ്പെടുത്തി എടുക്കാൻ നമുക്ക് കുറച്ച് കാണിച്ചു കൊടുക്കാൻ വെച്ച റിസൾട്ട് വേണം. നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ചില ആളുകളുടെ പ്രൊഡക്റ്റിന് റിസൾട്ട് ഉണ്ടാക്കി എടുത്തിട്ട് വേണം അതിലൂടെ കൂടുതൽ സെയിൽസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിന് ഈ ഒരു 3 രീതികൾ നിങ്ങൾക്ക് സെയിൽസിന്റെ ഭാഗമായിട്ട് ഉപയോഗപ്പെടുത്താമെന്നുള്ളതാണ്. എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് വിൽക്കേണ്ടത് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞു, എക്സാമ്പിൾ പറഞ്ഞു, വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചു കൊടുത്തു, അത് ശരിയായി. സ്റ്റോർ ലിങ്കും അയച്ചു കൊടുത്തു. എല്ലാവരും ആ രീതിയിൽ ഒറ്റയ്ക്ക് പ്രൊഡക്റ്റ് വാങ്ങിക്കൊള്ളണമെന്നില്ല. അത്രയും ആൾക്കാർക്ക് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഫോൺ വിളിച്ചിട്ട് പ്രൊഡക്റ്റിന് ലിങ്ക് അയച്ചു കൊടുത്തു, ഫോൺ വിളിച്ചിട്ടോ അല്ലെങ്കിൽ നേരിട്ട് ചെന്നിട്ടോ. ചില ആളുകൾക്ക് ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതിയോ, ചില ആളുകൾ നേരിട്ട് ചെന്ന് പറയേണ്ടി വരും. അതുപോലെ അടുത്ത് ചെന്ന് നമ്മൾ പറയേണ്ട വിഷയം ഇതാണ്, ഞാൻ ഓൺലൈൻ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഷുഗർ രോഗിയാണെങ്കിൽ ഐകോഫിയുടെ വീഡിയോ നമ്മൾ അയച്ചു കൊടുത്തല്ലോ. അതിനുശേഷം പറയണത് ഈ ഐകോഫിയുടെ ഓൺലൈൻ ഡിസ്ട്രിബ്യൂഷൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഓൺലൈൻ ഡിസ്ട്രിബ്യൂഷൻ ആണ്, അതല്ല അതിൻ്റെ ഷോപ്പ് ഇട്ടുള്ള സിസ്റ്റം എന്നല്ല, അതിൻ്റെ ഓൺലൈൻ ഡിസ്ട്രിബ്യൂഷൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഐകോഫി ആണെങ്കിൽ ഐകോഫി, ഐപ്പൾസ് അവർക്ക് നമ്മൾ വീഡിയോ അയച്ചു കൊടുത്തല്ലോ. അതിന് ശേഷമാണ് നമ്മൾ വിളിക്കുന്നത്. അവർ വീഡിയോ കണ്ടു, അതിൻ്റെ റിസൾട്ട് കണ്ടു, അത് കൊള്ളാമെന്നൊക്കെ അവർക്ക് തോന്നിയിട്ടുണ്ടാവും മനസ്സിനുള്ളിൽ. ആ സമയത്ത് നമ്മൾ അവരെ വിളിച്ചിട്ട് അല്ലെങ്കിൽ അത് നേരിട്ട് ചെന്ന് കണ്ട് പറയാണ്, ഞാൻ ഈ ഒരു ഐകോഫിയുടെ ഓൺലൈൻ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ടുണ്ട്. ഈ കമ്പനിയുടെ ഓൺലൈൻ ഡിസ്ട്രിബ്യൂഷൻ, ഈ പ്രൊഡക്റ്റിന്റെ കമ്പനി ഞാൻ എൻ്റെ ഓൺലൈൻ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ടുണ്ട്. നിങ്ങളാണ് എൻ്റെ ആദ്യത്തെ കസ്റ്റമർ. അമ്മാവനെ വിളിച്ച് പറയാണ്, അമ്മാവൻ്റെ ഷുഗറിനുള്ള ഐകോഫിയുടെ പ്രൊഡക്റ്റുകൾ അയച്ചു കൊടുത്തു, എൻ്റെ വീഡിയോസൊക്കെ അയച്ചു കൊടുത്തു, റിസൾട്ട് അയച്ചു കൊടുത്തു. അതിനുശേഷം വിളിച്ച് പറയാണ്, അമ്മാവ ഈ ഐകോഫിയുടെ ഓൺലൈൻ ഡിസ്ട്രിബ്യൂഷൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് എവിടുന്നാ വാങ്ങുക എന്നുള്ള കൺഫ്യൂഷൻ ഇനി വേണ്ട. ഇത് ഞാൻ എടുത്തിട്ടുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങളാണ് എൻ്റെ ആദ്യത്തെ കസ്റ്റമർ. നിങ്ങൾ എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. ആദ്യത്തെ കൈനീട്ടം, നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ കൈനീട്ടം നൽകിക്കൊണ്ട് നിങ്ങൾ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മാവനെ ഫോൺ വിളിച്ചിട്ടോ നേരിട്ട് ചെന്ന് കണ്ടിട്ടോ നിങ്ങൾക്ക് അവരോട് കാര്യം പറയാം. ആ രീതിയിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ പരിചയപ്പെടുത്തേണ്ടത്. ഈ പ്രൊഡക്റ്റ് നമ്മുടെ കുടുംബത്തിലെ ആളുകൾക്ക് ഏറ്റവും അടുത്ത ആളുകൾ 6 പേര് ലിസ്റ്റ് കൊടുത്തു, അവർക്ക് വീഡിയോ അയച്ചു കൊടുത്തു, അതിന്റെ റിസൾട്ട് അയച്ചു കൊടുത്തു, അവർക്ക് സ്റ്റോർ ലിങ്ക് അയച്ചു കൊടുത്തു. അതിനുശേഷം അവരെ വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ നേരിട്ട് ചെന്നുകൊണ്ട് പറയേണ്ട കാര്യമാണ്, ഈ ഐകോഫിയുടെ അല്ലെങ്കിൽ ഈ ഐപ്പൾസിന്റെ അല്ലെങ്കിൽ ഐസ്ക്രീമിന്റെ ഓൺലൈൻ ഡിസ്ട്രിബ്യൂഷൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ പ്രൊഡക്റ്റ് ഫസ്റ്റ് കച്ചവടമാണ് എൻ്റെ. അത് നിങ്ങളാണ് ആദ്യത്തെ പ്രൊഡക്റ്റ് വാങ്ങുന്നത്. നിങ്ങൾ എന്നെ ഒന്ന് കൈനീട്ടം എന്നൊക്കെ രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ആദ്യത്തെ കസ്റ്റമറാണ്, ഉദ്ഘാടനമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുടെ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടി ഫസ്റ്റ് പ്രൊഡക്റ്റ് അവർക്ക് പരിചയപ്പെടുത്താം. അതുപോലെ തന്നെ അപ്പിനെ നിങ്ങളെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള നിങ്ങളെ സ്പോൺസർ ഉണ്ട്. പലപ്പോഴും നിങ്ങൾ പ്രൊഡക്റ്റ് വിൽക്കാൻ പോകുന്ന സമയത്ത് നിങ്ങളെ സംബന്ധിച്ച പ്രൊഡക്റ്റുമായി അത്ര എക്സ്പീരിയൻസ് ആവാത്തത് കൊണ്ട് തന്നെ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ പലപ്പോഴും നിങ്ങൾക്ക് സെയിൽ നടത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിർബന്ധമായിട്ടും ആദ്യത്തെ 3-4 പ്രൊഡക്റ്റ് വിൽക്കുമ്പോഴെങ്കിലും മിനിമം ആദ്യത്തെ 3-4 വിൽക്കാനെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ലീഡറെയും കൊണ്ടുപോകണം. പറ്റുമെങ്കിൽ ആദ്യത്തെ 12 പ്രൊഡക്റ്റ് വിൽക്കാനും 5-6 കസ്റ്റമറിലേക്ക് നിങ്ങൾ നിങ്ങളുടെ അപ്ലൈനെയും കൂട്ടി, അഥവാ നിങ്ങളുടെ സ്പോൺസറേയും കൂട്ടിയിട്ട് പോകുന്നതാണ് നല്ലത്. അങ്ങനെ പോണ സമയത്ത് അപ്ലൈൻ അവിടെ പറയുക ഇങ്ങനെയാണ്, നിങ്ങളിപ്പോ ഷുഗറുമായി ബുദ്ധിമുട്ടി നിൽക്കുകയാണ്, നിങ്ങൾ കാല് ഇപ്പോൾ മുറി തുടങ്ങാതെ നിൽക്കുന്ന അവസ്ഥയാണ്. നിങ്ങളിപ്പോൾ ഈ ഐകോഫി വാങ്ങിക്കഴിഞ്ഞാൽ, എക്സാമ്പിളാണ് അത്, ഐപ്പൾസ് അതിനനുസരിച്ച് പറയുക. അവിടെ ഇപ്പോൾ കുട്ടികൾ അതിനടുത്ത് പോയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് നിങ്ങൾ കുട്ടികളെ വിഷമിക്കുകയാണ്, നിങ്ങളിപ്പോൾ ഐപ്പൾസ് വാങ്ങുകയാണെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് അത് പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താം. നിങ്ങളുടെ ഡയബറ്റീസ് അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളില്ലാത്ത ഒരു പ്രോബ്ലം നമുക്ക് ശരിയാക്കി എടുക്കാം എന്ന് മാത്രമല്ല,
നിങ്ങൾ ഈ പ്രൊഡക്റ്റ് വാങ്ങുന്നതിലൂടെ നിങ്ങളുടെ ഇപ്പൊ അമ്മാനോട് പറയണമെങ്കിൽ നിങ്ങൾ നെഫ്യൂ അല്ല അയൽവാസി അനിയന ജ്യേഷ്ഠനൊക്കെ ആയിരിക്കാം. ആ ബന്ധം വെച്ചുകൊണ്ട് പറയുക. ഇപ്പൊ അമ്മാവന്റെ അടുത്ത് ഷുഗറുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോഫി വെക്കാൻ പോയതാണെന്നുണ്ടെങ്കിൽ അമ്മാവോട് പറയുക, അമ്മാവ നിങ്ങൾ ഈ പ്രൊഡക്റ്റ് വാങ്ങുന്നതിലൂടെ നിങ്ങളുടെ ഡയബറ്റീസിന്റെ പ്രശ്നങ്ങൾ തീരാൻ, നിങ്ങൾ കാലം മുഴുവൻ ഉണങ്ങി നിങ്ങൾക്ക് ആരോഗ്യമായി മാറാനും അതേ കൂട്ടത്തിൽ നിങ്ങളുടെ നെഫ്യൂവിന്റെ അഥവാ നിങ്ങളുടെ അനന്തരവന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ മരുമകന്റെ നിങ്ങളുടെ ഈ ഒരു ബിസിനസ്സിനെ നിങ്ങൾക്ക് സഹായിക്കാനും പറ്റും. ആദ്യത്തെ കച്ചവടം നിങ്ങളാണ്. അപ്പൊ നിങ്ങളുടെ ആയിരിക്കട്ടെ അവർക്കൊരു സഹായമാണ്, നിങ്ങളുടെ രോഗം മാറലുമാണ് എന്ന് പറഞ്ഞുകൊണ്ടും നിങ്ങൾക്ക് ചെറിയൊരു ആ ഒരു ഇമോഷണൽ അല്ലെങ്കിൽ ഒബ്ലിഗേറ്ററി സിസ്റ്റം കൂടി അതിലേക്ക് കയറ്റിക്കൊണ്ട്, എന്നാൽ അവരുടെ പ്രശ്നത്തിന് പരിഹാരമാണ്, അവരുടെ പ്രശ്നത്തിന് രണ്ടാൾക്കും ബെനിഫിറ്റ് ഉള്ള ഒരു സിസ്റ്റം ആയിക്കൊണ്ട് അവരിലേക്ക് അവതരിപ്പിക്കുകയും അങ്ങനെ അവരെ കൊണ്ട് പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കുകയും ചെയ്യുന്നത് അപ്പോഴാണ് പറയാൻ പറ്റും. ഒരു പുതിയൊരു കരിയർ, പുതിയൊരു ബിസിനസ് തുടങ്ങിയിരിക്കുകയാണ്. അതിൽ നിങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ ആവുകയും ചെയ്തു, നിങ്ങളുടെ പ്രശ്നത്തിന് ഒരു പരിഹാരമായി. നിങ്ങൾ എന്തായാലും പ്രൊഡക്റ്റ് വാങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൊണ്ട് പ്രൊഡക്റ്റ് നമുക്ക് വാങ്ങിപ്പിക്കാൻ പറ്റും. അതിന് അപ്പലേനും കൂടി കൂടെ പോയാലാണ് അപ്പലേനും ഈ രീതിയിൽ സംസാരിക്കും. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ രീതിയിൽ ഞാൻ ഓൺലൈൻ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയിട്ടുണ്ട് കോഫിയുടെ, നിങ്ങൾ എൻ്റെ ആദ്യത്തെ പ്രൊഡക്റ്റ് വാങ്ങി അനുഗ്രഹിക്കുന്ന ആ രീതിയിൽ അവതരിപ്പിക്കാം. അങ്ങനെ ഈ രണ്ട് രീതികളായിട്ട് പറഞ്ഞുകൊണ്ട് അവരെ കൊണ്ട് കുറച്ച് നമ്മൾ വാങ്ങിപ്പിക്കുകയാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഫോം വിളിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയുകയും, ഫോം വിളിക്കുന്ന സമയത്ത് നമ്മൾ ഞാൻ ലിങ്ക് അയച്ചിട്ടുണ്ട്, നിങ്ങൾ ഇവിടെ വാങ്ങാത്തത് പറയുകയും, സ്വാഭാവികമായിട്ട് അവർ ഒറ്റയ്ക്ക് വാങ്ങാൻ ചാൻസ് കുറവാണ്. അടുത്ത സ്റ്റെപ്പായിക്കൊണ്ട് അപ്പലേനും കൂട്ടിയിട്ട് അവരുടെ വീട്ടിൽ പോയിട്ട് നേരിട്ട് ഇരുന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ഒന്നുകൂടി കുറച്ച് വാങ്ങിപ്പിക്കാനുള്ള രണ്ടാമത്തെ സ്റ്റെപ്പ് നിനക്ക് ഒന്നുകൂടി ഈസി ആയിട്ട് നമുക്ക് അതുകൊണ്ട് കുറച്ച് വാങ്ങിപ്പിക്കാം എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകളാണ് ആൾക്കാർ. ആ 6 പേരിലേക്ക് കുറച്ചിക്കാൻ വളരെ ഈസിയാണ്. പിന്നീട് ഈ റിസൾട്ട് കാണിച്ചുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് നമുക്ക് ഈസി ആയിട്ട് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു സെല്ലിങ്ങുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നം പലരും ഫേസ് ചെയ്യുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, ആളുകൾ പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടി വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട്, നേരത്തെ പറഞ്ഞു 25 വർഷമായിട്ട് കുട്ടികളില്ലാത്ത നിങ്ങളുടെ ഒരു കസിൻ ബ്രദർ, നിങ്ങളുടെ കസിൻ ബ്രദറാണെന്ന് കരുതുക, അവർക്ക് ഇത് കല്യാണം കഴിഞ്ഞു 25 വർഷമായിട്ട് കുട്ടികളില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ അയൽവാസി ആവട്ടെ 25 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ അവർക്ക് കുട്ടികളായിട്ടില്ല. ഒരുപാട് ചികിത്സയുമായിട്ട് അവർ നടക്കുകയാണ്, ഒരുപാട് പ്രായകേശ ആയി തുടങ്ങി. ഈ അവസ്ഥയിൽ നിൽക്കുമ്പോൾ അവർ കുറച്ചിട്ട് ആവശ്യക്കാരാണ്. അപ്പൊ നമ്മൾ കരുതുന്നത് അവർക്കൊരു കുട്ടിയാവും, എനിക്കൊരു കച്ചവടം ആവും എന്നുള്ള നിലക്ക് അവരെയും കൂടി സഹായിക്കുക, അവരുടെ പ്രശ്നത്തിന് പരിഹാരമാണ്, എൻ്റെ ഒരു കച്ചവടം നടക്കും എന്നുള്ള 2 ഉദ്ദേശത്തോടു കൂടി നമ്മൾ ചെല്ലുകയാണ്. ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ട് അവരുടെ പ്രശ്നത്തിന്റെ പരിഹാരം എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അമ്മാവന്റെ കാല് മുറിക്കാൻ വെച്ചിരിക്കുകയാണ്. അമ്മാവന്റെ കാല് രക്ഷപ്പെടുത്താൻ കുറച്ച് കേട്ടപ്പോൾ നമുക്ക് പറഞ്ഞു രക്ഷപ്പെട്ടു, അമ്മാവൻ കുറെ കാലമല്ലോ കാല് മുറിക്കണം എന്ന് പറഞ്ഞ് നിൽക്കുന്നത്, അമ്മാവന്റെ കാല് ഉണങ്ങി കിട്ടിയാൽ നല്ലതായനെ എന്ന നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ടായിരിക്കും നമ്മൾ ഒരു വ്യക്തിയെ കാണാൻ പോകുന്നത്. പക്ഷേ കാണാൻ പോകുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ അവരുടെ കസ്റ്റമർക്ക് ചെല്ലുന്നു, അവരത് കാര്യം പറഞ്ഞ സമയത്ത് പക്ഷേ പലപ്പോഴും അവർ നമ്മളെ കടിച്ചു കയറാൻ വരുന്ന പോലത്തെ ചില ആളുകളുണ്ട്. ചില കസ്റ്റമേഴ്സ് അങ്ങനെ ആയിരിക്കും. എല്ലാവരും നമ്മൾ വിചാരിക്കുന്ന പോലെ നേരത്തെ പറഞ്ഞ കംസനെ പോലത്തെ, ദുര്യോധന പോലത്തെ, കൈകയെ പോലത്തെ ചില കുടുംബക്കാരും ബന്ധുക്കളൊക്കെ നമുക്ക് ഉണ്ടാവും. അവര് നമ്മളോട് നല്ലൊരു സമീപനമായിട്ടില്ല, ഒരു മൃദു സമീപനമായിട്ടില്ല കാഴ്ചവെക്കുക. ചില ആളുകൾ വേണ്ടാന്ന് പറയും, ഓക്കെ നോ പ്രോബ്ലം, എനിക്ക് പ്രൊഡക്റ്റ് വേണ്ട, ഇങ്ങനത്തെ പ്രൊഡക്റ്റ് ഞാൻ കഴിക്കാറില്ല, ആ പ്രൊഡക്റ്റ് വേണ്ട, ഞാൻ വേറെ ചികിത്സ ചെയ്യുന്നതൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ചില ആളുകൾ മാറി നിൽക്കും. അത് മര്യാദയോടുള്ള മാറി നിൽക്കുകയാണ്. പക്ഷെ ചില ആളുകളുണ്ട്, അവർ നമ്മളെ കടിച്ചു കയറാൻ വരും. നമ്മൾ കാര്യം നല്ല പ്രതീക്ഷയോടുകൂടി ചെല്ലുന്ന സമയത്ത് അവർ നമ്മളെ കടന്ന് ആക്രമിക്കുന്ന ഒരു സിസ്റ്റം, ഒരാടിനെ ഒരു കടുവ ആക്രമിക്കുന്ന പോലെ നമ്മൾ ഒരു നല്ല കാര്യമായിട്ട് അത് അടുത്ത് ചെല്ലുന്ന സമയത്ത് അവർ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മളെ കടിച്ചു കയറാൻ വരും. ചിലപ്പോ ആ കുടുംബത്തിൽ എവിടെയും ഈ പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അദ്ദേഹം കോളാക്കി തരും. അമ്മായിയോട് പറഞ്ഞ അമ്മായി വിളിച്ചാണ്ട് അമ്മായി വിളിച്ചു ആ ചങ്ങായിയോട് വരട്ടോ, ആ പ്രൊഡക്റ്റ് വാങ്ങാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞാണ്ട് ചിലപ്പോൾ നമ്മൾ ഗ്രൂപ്പുകളിലാകാം, ചിലപ്പോൾ നമ്മളെ കോമൺ ഗ്രൂപ്പുകളിലോ സ്കൂൾ ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചില ആളുകൾ അതിന് ശക്തമായിട്ട് എതിർക്കാൻ വരുന്ന ആളുകളുണ്ടായിരിക്കും. നമ്മൾക്ക് നടക്കാമെന്ന് വിചാരിച്ച കച്ചവടം കൂടി അവർ കൊളാക്കി തരും. അമ്മായി എല്ലാം പറഞ്ഞ് എല്ലാം ശരിയാക്കി പൈസയും തന്ന അമ്മായി ആയിരിക്കും. പിന്നെ വിളിച്ചേടാ, പിന്നെ മറ്റവൻ വിളിച്ചിരുന്നു എന്നെ, ഓൻ പറഞ്ഞു പിന്നെ ആ പ്രൊഡക്റ്റിന് വാങ്ങി കഴിക്കണ്ട, കിഡ്നിയൊക്കെ അടിച്ചു പോകുന്നു പറഞ്ഞിരിക്കണ്, അതുകൊണ്ട് എനിക്ക് വേണ്ടട്ടോ, എന്റെ പൈസ തിരിച്ചു തന്നലാന്ന് അമ്മായി പറയുമ്പോൾ നമ്മൾ തകർന്നു പോകും. സെയിൽസിന്റെ ഒരു പ്രശ്നമാണത്. നേരത്തെ പറഞ്ഞ ഭീരുക്കൾ ഈ ഒരു വിഷയം കൊണ്ടാണ് സെയിൽസ് ഏറ്റെടുക്കാതെ പലപ്പോഴും ഇത്തരത്തിന് പിന്നാലെ പോകുന്നത്. നമ്മൾ ധൈര്യവാന്മാരാണ്, നമ്മൾ യൂസുഫ് അലി കാണിച്ച പോലെ ഗഡ്സ് കാണിക്കേണ്ടതുണ്ട്. പക്ഷേ ഗഡ്സ് കാണിക്കേണ്ടത് എങ്ങനെയല്ല, അവർക്കെതിരെ ചീത്ത വിളിച്ചുകൊണ്ടോ അവരോടുള്ള കുടുംബബന്ധം തെറ്റിച്ചുകൊണ്ടോ അല്ല, ഒരു മധുര പ്രതികാരം അത് ജംഷിദ് ചിറ്റാട്ട് ചെയ്ത പോലെ ആ രീതിയിലാണ് നമ്മൾ അതിനോട് പ്രതികാരം ചെയ്യേണ്ടത്. അതിനെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട രീതി മറ്റൊരു രീതി നമ്മൾ ഏറ്റെടുക്കുക. ആ കസ്റ്റമറെ കൊണ്ട്, ഇത്രയും എതിർത്ത് പറയുന്ന കസ്റ്റമറെ കൊണ്ട്, അല്ലെങ്കിൽ ആ കസ്റ്റമറുടെ വീട്ടിലുള്ള വ്യക്തി, നിങ്ങളെ ഏറ്റവും നന്നായിട്ട് എതിർത്ത വ്യക്തിയുടെ പിതാവിനെ കൊണ്ട് അല്ലെങ്കിൽ മാതാവിനെ കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ തന്നെ, അല്ലെങ്കിൽ അവരുടെ ഭാര്യയെ കൊണ്ടോ മക്കളെ കൊണ്ടോ അല്ലെങ്കിൽ അവരെ കൊണ്ട് തന്നെ ആ പ്രൊഡക്റ്റ് ഉപയോഗിപ്പിച്ച്
ഇന്നല്ലെങ്കിൽ നാളെ അവർ ഈ പ്രൊഡക്റ്റ് ചോദിച്ചു വരുന്ന അവസ്ഥയിലേക്ക് അവരെ മാറ്റിയെടുക്കുക എന്നുള്ള വാശിയോട് കൂടി നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതോട് കൂടിയിട്ട് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ എതിർത്ത വ്യക്തിക്ക് തന്നെ ഐപ്പിൾസ് കൊടുക്കുന്ന അദ്ദേഹം തന്നെ ഐപ്പിൾസ് നിങ്ങളിലേക്ക് ചോദിച്ചു വരുന്ന ഒരു അവസ്ഥ വന്നാൽ അതോടുകൂടിയിട്ട് നിങ്ങൾ എന്തായി, നിങ്ങൾ ആണ് യഥാർത്ഥ ടൈഗർ, അവര് ഷീപ്പുമായി മാറി. കാരണം അവരുടെ കയ്യിലുള്ള പൈസ നിങ്ങളുടെ കയ്യിലെത്തുകയും നിങ്ങളുടെ കയ്യിൽ പ്രൊഡക്റ്റ് അവരിലേക്ക് എത്തുന്നതോട് കൂടിയിട്ട് അത് കച്ചവടം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റി. അപ്പൊ ഒരു വ്യക്തി നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങുകയില്ല എന്ന് പറഞ്ഞാൽ അവരോട് വിദ്വേഷം വെച്ച് പുറത്ത് എല്ലാം നമ്മൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ കടിച്ചു കയറാൻ വന്നാൽ, നിങ്ങൾ ആക്രമിക്കാൻ വന്നാൽ, നിങ്ങളെ പല രീതിയിൽ ഇൻസൾട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ നമ്മൾ ഡൗൺ ആവാതെ അവർക്കുള്ള മറുപടി നമ്മുടെ പ്രൊഡക്റ്റിന്റെ കച്ചവടത്തിലൂടെ തന്നെ കാണിച്ചു കൊടുക്കുക. അവരെ കൊണ്ട് നാളെ അവരും പ്രൊഡക്റ്റ് ചോദിച്ചു വരുന്ന രീതിയിലേക്ക് അവരെ മാറ്റിയെടുക്കുക എന്നുള്ള ഒരു വാശിയാണ് നമുക്ക് വേണ്ടത്. ആ ഒരു വാശിയുടെ വേണം നമ്മൾ നമ്മുടെ കച്ചവടം നടത്താൻ. അവരെ കൊണ്ട് പ്രൊഡക്റ്റ് വാങ്ങിപ്പിച്ചിട്ട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ സന്തോഷിക്കുക. പുറത്തേക്ക് ഇപ്പൊ എന്തായി പ്രൊഡക്റ്റ് വെച്ചിന്റെ കാലിലോട്ടേക്ക് വന്നില്ലേ എന്നൊന്നും പറഞ്ഞാൽ കളിയാക്കൊന്നും വേണ്ട. അവരുടെ പരിചയത്തിൽ കുട്ടികളില്ലാത്ത 3 ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ പരിചയത്തിൽ കാല് മുറിക്കാൻ വെച്ച ആളുകളുടെയും മുറി ഉണക്കി കാണിച്ചു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരും നിങ്ങളേക്ക് അന്വേഷിക്കും. പിന്നെ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഒന്ന് കിട്ടാൻ മാർഗമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അവർ നമ്മുടെ അടുത്തേക്ക് വരും. ആ രീതിയിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളൊരു വാശി നമുക്ക് വേണം. ആ രീതിയിൽ അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്കൊരു ക്രൂവൽ സാറ്റിസ്ഫിക്കേഷൻ കിട്ടണമെന്നില്ലാണ്. അങ്ങനത്തെ രീതിയിൽ ചില സെയിലുകൾ നമ്മൾ അങ്ങനെയും ക്ലോസ് ചെയ്യേണ്ടി വരും. അതിനകത്ത് പറഞ്ഞ അണ്ടർസ്റ്റാൻഡിങ്, ഇമോഷണൽ, ഒബ്ലിഗേറ്ററി അണ്ടർസ്റ്റാൻഡിങ് ഒന്നും എല്ലായിടത്തും നടന്നോളന്നില്ല. ചില സ്ഥലങ്ങളിൽ നമ്മൾ ഒരു ക്രൂവൽ സാറ്റിസ്ഫിക്കേഷൻ ആ ഒരു പ്രൊഡക്റ്റ് അവർക്ക് കൊടുക്കുന്നതിലൂടെ നമ്മൾ ഏറ്റവും കൂടുതൽ എതിർത്ത വ്യക്തിയെ കൊണ്ട് തന്നെ പ്രൊഡക്റ്റ് ഉപയോഗിപ്പിക്കുമ്പോൾ അതൊന്നും നടക്കൂല, അതൊക്കെ തട്ടിപ്പാണ് എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ പലതും പറഞ്ഞ ആളുകൾ കൊണ്ട് തന്നെ പ്രൊഡക്റ്റ് ഉപയോഗിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ക്രൂവൽ സാറ്റിസ്ഫിക്കേഷൻ ഉണ്ട്. അത്ര മതി. അതല്ലാതെ അവർക്കെതിരെ ചീത്ത പറയാനോ അവരുടെ ബന്ധം നശിപ്പിക്കാനോ നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല. ഇത് സെയിൽസ് ആണ്. ആ രീതിയിൽ അതിനെ കാണുക. ജംഷീദ് ടാറ്റ ചെയ്ത പോലെ തന്നെ ആ ഒരു ഇന്ത്യക്കാർക്കും പട്ടികൾക്കും പ്രവേശനം എന്ന് പറഞ്ഞ സമയത്ത് സ്വന്തമായിട്ട് ഒരു ഹോട്ടൽ ഉണ്ടാക്കിയിട്ട് ആ ഹോട്ടലിൽ പട്ടികൾക്കും ബ്രിട്ടീഷുകാർക്കും പ്രവേശനം ബോർഡ് എഴുതിച്ചുകൊണ്ട് അദ്ദേഹം അതിനൊരു പരിഹാരം കണ്ടതുപോലെ അതിലൂടെ അദ്ദേഹത്തിന് കിട്ടിയ ആനന്ദമുണ്ട്. അതേ രീതിയിലായിരിക്കണം നമ്മളും സെയിൽസിൽ നമ്മൾ എതിർക്കുന്നവരെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഈ പ്രൊഡക്റ്റിന്റെ സ്റ്റോർ ലിങ്ക് എടുക്കാനുള്ള സംഗതി ജസ്റ്റ് കാണിച്ചു തരാം. നമ്മൾ വിർച്വൽ ഓഫീസ് തുറക്കുകയാണെങ്കിൽ നമ്മുടെ വിർച്വൽ ഓഫീസ് അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലോ നമ്മുടെ ലാപ്ടോപ്പിലോ indusua.com നമ്മുടെ കമ്പനിയുടെ indusua.com എന്ന് പറഞ്ഞ സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ നമുക്ക് വിർച്വൽ ഓഫീസ് എന്ന ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫോണിലാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ വിർച്വൽ ഓഫീസിന്റെ മെനു കാണാൻ പറ്റും. അല്ല ലാപ്പിലാണെങ്കിൽ മുകളിൽ വിർച്വൽ ഓഫീസ് ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിർച്വൽ ഓഫീസ് ഐ ഡി നമ്പർ പാസ്വേഡും ചോദിക്കും. നമ്മൾ ഐ ഡി നമ്പർ പാസ്വേഡ് അറിയില്ലാന്നുണ്ടെങ്കിൽ ലീഡേഴ്സിനെ ചോദിച്ചിട്ട് വാങ്ങുക. ആ യൂസർ നെയിം പാസ്വേഡ് നമ്മൾ കൊടുക്കുന്നതോടെ നമുക്ക് നമ്മുടെ വിർച്വൽ ഓഫീസിലേക്ക് ഓപ്പൺ ആയിട്ട് വരും. അവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു 3 വര കാണാൻ പറ്റും. രണ്ടിലും നമുക്ക് 3 വര കാണാൻ പറ്റും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിൽ അടുത്തൊരു ഓപ്ഷനായിട്ട് നമുക്ക് ജനറേറ്റ് സ്റ്റോർ ലിങ്ക് എന്ന രണ്ടാമത്തെ ഓപ്ഷൻ ലിങ്കിന്റെ ചിത്രം കാണുന്ന ജനറേറ്റ് സ്റ്റോർ ലിങ്ക് എന്നൊരു ഓപ്ഷൻ കിട്ടും. ആ ജനറേറ്റ് സ്റ്റോർ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലിങ്കോടെ ഈ രീതിയിലുള്ള ലിങ്ക് വരുന്നതാണ്. ആ ലിങ്കിൽ നമ്മൾ കോപ്പി ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടാവും. ആ കോപ്പിയിൽ അടിച്ചു കഴിഞ്ഞാൽ ജനറേറ്ററിൽ അടിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു കോപ്പി ഓപ്ഷൻ വരും. ആ കോപ്പി അടിച്ചിട്ട് ലിങ്ക് നമ്മൾ കോപ്പി ചെയ്യുക. ഈ ലിങ്ക് കോപ്പി ചെയ്തതിനു ശേഷം നമുക്ക് വാട്സപ്പിലൂടെ നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് നമുക്ക് അയച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ 6 പേരിലേക്ക് നമ്മൾ ലിങ്ക് അയക്കുക എന്ന് പറഞ്ഞിരുന്നു. ലിങ്ക് അയക്കാൻ ആ ലിങ്ക് എങ്ങനെ കിട്ടും എന്നുള്ള കൺഫ്യൂഷൻ ആളുകൾക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ ഒരു സിസ്റ്റം കാണിച്ചു തരുന്നത്. ലിങ്ക് ഈ രീതിയിലാണ് നിങ്ങൾ എടുക്കേണ്ടത്. നിങ്ങൾ ഐ ഡി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇടത് സൈഡിൽ മുകളിലായിട്ട് കാണുന്ന മെനുവിൽ ജനറേറ്റ് സ്റ്റോർ ലിങ്ക് എന്ന ഓപ്ഷൻ ഉണ്ടാവും. ആ സ്റ്റോർ ലിങ്ക് കയറി കഴിഞ്ഞാൽ ഇതുപോലെ https://store.indusua.com പബ്ലിക് ഐ ഡി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഐ ഡി നമ്പർ അടക്കമുള്ള ഒരു ലിങ്ക് നിങ്ങൾക്ക് കിട്ടും. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് കോപ്പി ചെയ്തുകൊണ്ട് നിങ്ങൾ കസ്റ്റമറിലേക്ക് അയച്ചു കൊടുക്കാം. കസ്റ്റമർക്ക് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അവരുടെ അഡ്രസ്സും ചാനലും വെച്ചുകൊണ്ട് അവർക്ക് നേരിട്ട് കമ്പനിയിൽ നിന്ന് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാം. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലിങ്ക് മാറരുത്, വ്യത്യാസം ശ്രദ്ധിക്കുക. നിങ്ങൾ ഇപ്പോൾ ഫേസ്ബുക്കിലും അതുപോലെ വാട്സപ്പിലൊക്കെ പല സ്ഥലങ്ങളും ഇതുപോലെ ലിങ്ക് കാണാൻ പറ്റും. അത് ആ പോസ്റ്റ് ഇട്ട വ്യക്തിയുടെ ലിങ്കാണ്. പലപ്പോഴും പല ആളുകളും മെസ്സേജിൽ ഫോർവേഡ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇങ്ങനെ ഗ്രൂപ്പിലേക്ക് കിട്ടുന്ന മെസ്സേജ് ഫോർവേഡ് ചെയ്യും. ആ ഫോർവേഡ് മെസ്സേജിൽ ആരാണോ ഫോർവേഡ് ചെയ്തത് അവരുടെ ലിങ്ക് ആയിരിക്കും ഉണ്ടാവുക. ലിങ്ക് മാറ്റിയിട്ട് നിങ്ങളുടെ ലിങ്കാണ് കൊടുക്കേണ്ടത്. നിങ്ങളുടെ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ലിങ്ക് ആര് ക്ലിക്ക് ചെയ്ത് പ്രൊഡക്റ്റ് വാങ്ങിയാലും അത് കമ്പനിക്ക് അറിയാം നിങ്ങൾ ത്രൂ ആണ് കച്ചവടം വന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ കമ്പനി എന്ത് ചെയ്യും, ആ ലിങ്ക് പ്രകാരം ട്രാക്ക് ചെയ്തുകൊണ്ട് അതിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് തരും. അവർ വിൽക്കുന്ന പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾ ഐ ഡി ലോഗിൻ ചെയ്താൽ അതിൽ കാണാൻ പറ്റും. ആരൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അത് എവിടെ എത്തിയൊക്കെ ട്രാക്ക് ചെയ്തിട്ട് നിങ്ങളെ പ്രൊഡക്റ്റ് കസ്റ്റമറിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെ ഈ ലിങ്ക് അവർക്ക് കൊടുക്കുന്നതോടെ
അവരോട് ക്ലിക്ക് ചെയ്ത് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തോളൂ. അങ്ങനെയാണ് എൻ്റെ രീതി. അപ്പോൾ പലർക്കും പുതിയ ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, അങ്ങനെ ജസ്റ്റ് പറഞ്ഞതാണ്. ഇങ്ങനെ 6 പേർക്ക് പ്രൊഡക്റ്റ് കൊടുക്കുന്നതിലൂടെ സെയിൽസിന്റെ കഴിവ് നിങ്ങൾ തെളിയിച്ചു. 6 പേർക്ക് പ്രൊഡക്റ്റ് കൊടുക്കാൻ അത്ര നിസ്സാര പണിയൊന്നുമല്ല. നമ്മുടെ നാട്ടിൽ ഓരോ വീട്ടിലും പ്രൊഡക്റ്റിന് ആവശ്യക്കാരുണ്ട്. പക്ഷേ ആദ്യത്തെ 6 പ്രൊഡക്റ്റ് വിൽക്കാൻ നമുക്ക് കുറച്ച് തൊലിക്കട്ടി വേണ്ടി വരും. പലപ്പോഴും സെയിൽസിന്റെ മേഖല പറഞ്ഞ പോലെ ധൈര്യം കാണിക്കേണ്ടി വരും. കുറച്ച് ഗഡ്സ് നമ്മൾ കാണിച്ചാൽ മാത്രമേ ആദ്യത്തെ 6 പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റുള്ളൂ. പലപ്പോഴും നോക്കട്ടെ പറയാമെന്നൊക്കെ ആളുകൾ പറയുമ്പോൾ അവരെ ഫോളോ അപ്പ് ചെയ്ത് അവരെ കൊണ്ട് പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കണം. നമ്മൾ എത്രയും പെട്ടെന്ന് ആദ്യത്തെ 6 അതിലധികം കസ്റ്റമറിലേക്കായിട്ട് 12 പ്രൊഡക്റ്റുകൾ വിൽക്കുന്നതിലൂടെ നമ്മൾ കമ്പനിയുടെ VBO എന്ന് പറയുന്ന യുവ ബിസിനസ് ഓണറായിട്ട് മാറും. അഥവാ ഒരു സ്റ്റാർ എന്നാണ് പറയുക. 12 പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ നിങ്ങൾ കമ്പനിയുടെ സ്റ്റാർ റാങ്ക് അച്ചീവ് ചെയ്തു. സ്റ്റാർ റാങ്ക് അച്ചീവ് ചെയ്തോട് കൂടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർ റാങ്കിലൂടെ നിങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി നേരത്തെ പറഞ്ഞ കഫേ കോഫിയുടെ എക്സാമ്പിൾ പോലെ സ്വന്തമായിട്ട് അവരുടെ ഒരുപാട് ബ്രാഞ്ച് തുടങ്ങാൻ അവർക്ക് കോടികളുടെ ചിലവ് ആവശ്യമുണ്ടെങ്കിൽ നമുക്കിവിടെ ബ്രാഞ്ച് പോലെ തുടങ്ങാൻ യാതൊരു എക്സ്പെൻസും നമുക്ക് ആവശ്യമില്ല. എത്ര പേരെ വേണമെങ്കിൽ നമുക്ക് ബിസിനസ്സിലേക്ക് കൊണ്ടുവരാം. പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റിയ കൂടുതൽ ഏരിയകളിലേക്ക് പ്രൊഡക്റ്റ് എത്തിക്കാൻ പറ്റി. നമ്മൾ പ്രൊഡക്റ്റ് വിറ്റ് നമ്മൾ കൈവിളിച്ചു. നമ്മൾ ചെയ്ത അതേ കാര്യം ചെയ്യാൻ പറ്റിയ കുറച്ച് ആളുകൾ നമ്മൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് നേരത്തെ കഫേ കോഫിയിലേക്ക് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞ 1000ഓളം ഔട്ട്ലെറ്റ് ഉണ്ടാക്കിയ പോലെ 1000ഓളം വ്യക്തികൾ അടങ്ങുന്ന വലിയ ടീമാക്കി നമ്മൾ ടീമിനെ സാവധാനം വളർത്തിയെടുക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പാണ് 12 പ്രൊഡക്റ്റ് വിറ്റുകൊണ്ട് സ്റ്റാർ എന്ന് പറയുന്ന റാങ്കിലേക്ക് നിങ്ങൾ അച്ചീവ് ചെയ്തു. അതോടുകൂടിയിട്ട് നിങ്ങളെ കാറ്റൽ ക്ലാസ്സിൽ നിന്നുള്ള എലൈറ്റ് ക്ലാസ്സിലേക്കുള്ള യാത്രയും ആരംഭിക്കുകയാണെന്നുള്ളതാണ്. നമ്മൾ നിലവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാധാരണക്കാരന്റെ ലൈഫിൽ നിന്ന് ഒരു ബിസിനസ്മാൻ ലൈഫിലേക്കുള്ള നമ്മുടെ ജീവിതം ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന രീതിയിലൂടെ നമ്മൾ ബിസിനസ് നെറ്റ്വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിലൂടെ ഒരുപാട് പേരുടെ സ്ഥാപനങ്ങളായി മാറി സാവധാനം നമ്മുടെ ഒരു ബിസിനസ്സിൽ നമ്മുടെ കൂടെ ഒരുപാട് പേര് ബിസിനസ് നമ്മുടെ കൂടെ സ്റ്റാർട്ട് ചെയ്യുകയും അതിലൂടെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ഓരോ പ്രൊഡക്റ്റ് വെക്കുമ്പോൾ 1000 പ്രൊഡക്റ്റിന്റെ കച്ചവടം നടക്കുകയാണ്. നമ്മൾ 1000 പ്രൊഡക്റ്റ് വെക്കാൻ നമുക്ക് ഒരുപാട് 6 പ്രൊഡക്റ്റ് വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക 1000 പ്രൊഡക്റ്റ് വെക്കണമെങ്കിൽ എത്ര സമയമാണെന്നുള്ളത്. അതേ സമയത്ത് 1000 ആളുകൾ ഓരോ പ്രൊഡക്റ്റ് വിറ്റാൽ പോലും 1000 പ്രൊഡക്റ്റിന്റെ കച്ചവടം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ കൂടുതൽ ആളുകളുടെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് അത് കഫേ കോഫിയുടെ പറഞ്ഞ പോലെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ വ്യക്തിയെ കൊണ്ടുവരുന്നതോട് കൂടിയിട്ട് നമ്മൾ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് സെയിൽസിലൂടെ 12 പ്രൊഡക്റ്റ് വിൽക്കുന്നതിലൂടെ നമുക്ക് അതിന്റെ ഓപ്ഷൻ വരികയാണ്. അതിലൂടെ നമ്മൾ അടുത്തൊരു എലൈറ്റ് ക്ലാസ്സിലേക്കുള്ള നമ്മുടെ ജേണിയും അവിടെ ആരംഭിക്കുകയാണ് എന്നുള്ളതാണ്. എന്റർപ്രണേഴ്സ് ബിൽഡ് ദി വേൾഡ് എന്നുള്ളതാണ്. സംരംഭകരാണ് ഈ ലോകം ഇന്നീ കാണുന്ന അവസ്ഥയിലേക്ക് ബിൽഡ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തുള്ളത്. ഇന്നത്തെ ലോകം നോക്കുകയാണെങ്കിൽ ഇന്ന് ഇത്രയും കാലം കഴിഞ്ഞ വർഷങ്ങൾ നോക്കുകയാണെങ്കിൽ മുമ്പുണ്ടായിരുന്ന ഒരു കാലഘട്ടങ്ങൾ ഒരു 50 വർഷം മുമ്പ്, 100 വർഷം മുമ്പ്, 200 വർഷം മുമ്പ്, 500 വർഷം മുമ്പ്, 1000 വർഷം മുമ്പ് ഏതൊരു കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാലും അന്നൊക്കെ ഉണ്ടായിരുന്നതിനേക്കാൾ എത്രയോ വലിയ റിച്ച് ആയിട്ടുള്ള ആളുകൾ ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത്. എന്ന് വെച്ചാൽ പുവർ പീപ്പിളിന്റെ പാവപ്പെട്ട ആളുകളുടെ പട്ടിണി പാവങ്ങൾ എന്നൊക്കെ പറയുന്ന അവസ്ഥ ഒന്ന് വളരെ കുറവാണ്. പട്ടിണി കിടന്ന് മരിച്ചു എന്നൊക്കെ പറയുന്ന അവസ്ഥ ഒന്നും കേൾക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഒരു പറ്റ ദാരിദ്ര്യത്തിലുള്ള ആളുകളുടെ പേഴ്സൻറ്റേജ് വളരെ കുറഞ്ഞു. പണ്ടൊന്നും ഇപ്പൊ നമ്മുടെ തന്നെ മാതാപിതാക്കൾക്ക് ചോദിച്ചാൽ അറിയാം, അല്ല അവിടെയൊക്കെ കുട്ടിക്കാലത്ത് എന്തായിരുന്നു നാട്ടിലൊരു സാഹചര്യം എന്നുള്ളത്. ആകെ ഒരു തൊഴിലില്ലാത്ത അവസ്ഥയും ഒരു വരുമാന മാർഗമില്ലാതെ ആളുകൾ കഷ്ടപ്പെട്ട് പലരും ഗൾഫിലേക്കൊക്കെ പോയിട്ടൊക്കെയാണ് നമ്മളെ കേരളത്തിലേക്ക് ഒരുപാട് പേരുന്ന് വലിയ രീതിയിൽ വളർന്നു വന്നിട്ടുള്ളത്. അപ്പൊ ഇവരൊക്കെ ഇന്ന് ഈ കാണുന്ന അവസ്ഥയിലേക്ക് ഇന്ന് നാട് വളർന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് നാട്ടിൽ പാവപ്പെട്ട ജനങ്ങൾ എന്ന് പറയുന്ന അവസ്ഥ വളരെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും മൊത്തം നമ്മൾ നാടിന് അപ്പുറത്ത് ലോകത്ത് എവിടെ നോക്കിയാലും മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പണക്കാരായ ആളുകളുടെ കയ്യിൽ പണമുള്ള ആളുകളെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട് എന്നതാണ്. വലിയ കോടീശ്വരന്മാരെന്നുള്ളതല്ല, എന്നാലും പറ്റ പാവങ്ങൾ എന്ന് പറയുന്ന പട്ടിണി പാവങ്ങളുടെ അവസ്ഥയിൽ നിന്നൊക്കെ ആളുകൾ ഒരു അത്യാവശ്യം ഒരു ലെവലിലേക്ക് വളർന്നു വരാനുള്ള കാരണമായിട്ടുണ്ട്. അതിന് കാരണം ഒരിക്കലും ഏതെങ്കിലും ഗവൺമെന്റിന്റെ പ്രവർത്തനം കൊണ്ടോ മൊത്തം ലോകത്ത് എവിടെ നോക്കിയാലും ഏതെങ്കിലും രാജ്യത്തെ ഏതെങ്കിലും രാജാവിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിമാരുടെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിമാരുടെയോ പ്രസിഡന്റുമാരുടെയൊക്കെ കഴിവുകൊണ്ടല്ല ഒരിക്കലും ഇന്നീ കാണുന്ന അവസ്ഥയിലേക്ക് ലോകം വളർന്നുള്ളത്. നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷന്റെ അത് ഗവൺമെന്റ് ഇല്ലാത്ത മറ്റുള്ള പല സംഘടനകളുണ്ട്. ആ സംഘടനകളുടെ കഴിവുകൊണ്ടുമല്ല, മതസംഘടനകൾ ഒരുപാടുണ്ട്, അവരുടെ കഴിവുകൾ കൊണ്ടുമല്ല ഒരിക്കലും ഇന്ന് കാണുന്ന ഒരു ബിസിനസ് സാമ്രാജ്യം എന്നുള്ളത് ഈ ഒരു ബിസിനസ് മാനെ കൊണ്ട് മാത്രമാണെന്നുള്ളതാണ്. ഒരുപാട് ബിസിനസ്സുകൾ വന്നു, ഒരുപാട് സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്തതോടുകൂടിയിട്ടാണ് ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഒരുപാട് തൊഴിലവസരങ്ങളും ആളുകൾക്ക് വരുമാനം ഉണ്ടാക്കുന്ന മാർഗങ്ങളൊക്കെ വരികയും ഒരുപാട് അവസരങ്ങൾ വരുന്നതിലൂടെ ഒരുപാട് ആളുകൾക്ക് ഇന്ന് പട്ടിണി ഇല്ലാതെ കഴിയാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ള ബിസിനസ് എന്റർപ്രൈസസ് വളർന്നു വന്നുകൊണ്ടാണ്. ഒരുപാട് ബിസിനസ് സംരംഭങ്ങൾ വന്നുകൊണ്ടാണ്. ഇത്രയും സംരംഭങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇന്നീ കാണുന്ന രീതിയിലേക്കുള്ള ഒരു അവസ്ഥയിലേക്കെല്ലാം ലോകം മാറി മറിഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മളും എന്ത് ചെയ്യണം? നമ്മളും ഈ രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിയെടുത്തൊരു ഒരു ബിസിനസ്മാനായിട്ട് മാറേണ്ടതുണ്ട്. കാരണം ഈ ഒരു ബിസിനസ്സിലൂടെയാണ് ഒരുപാട് ബിസിനസ് ചെയ്തിട്ട് പേരിലാണ് കോടിക്കണക്കിന് ആളുകൾ ഇന്ന് ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറിയിട്ടുള്ളത്.
പട്ടിണിയിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്ന് ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടി നല്ല വരുമാന മാർഗത്തേക്ക് മാറി വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരുപാട് സംരംഭങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നതുകൊണ്ടാണ്. അപ്പൊ ഈ രീതിയിലേക്ക് നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ നമ്മളും ഒരു നല്ല ബിസിനസ്മാനായിട്ട് പുതിയ പുതിയ ഒരു മേഖല ഓൺടർപ്രണർഷിപ്പിന്റെ വലിയ വാതിലുകൾ നമ്മൾ തുറക്കേണ്ടതുണ്ട്. ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും പറ്റിയ ഒരു ഓൺടർപ്രണർക്ക് പറ്റിയ ഒരു സംരംഭകന് പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം കൊണ്ടും നമ്മൾ പ്രത്യേകിച്ച് ഇന്റർനെറ്റിന്റെ സാധ്യതകളായാലും അതുപോലെ തന്നെ മറ്റുള്ള നമ്മുടെ എക്സാമ്പിൾ നമ്മൾ മുന്നിൽ നോക്കിയാൽ ഒരുപാട് ആളുകൾ കാണാൻ പറ്റും. വേറെയും ഒരുപാട് സൗകര്യങ്ങൾ ഗവൺമെന്റ് തലങ്ങളിൽ നിന്നാലൊക്കെ നമുക്ക് ഒരുപാട് സൗകര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാം കൂടി ഉപയോഗപ്പെടുത്തിയിട്ട് ഇന്നൊരു സംരംഭകന് വളരാൻ പറ്റിയിട്ടുള്ള സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ആ രീതിയിൽ നമ്മളും ഓൺടർപ്രണർഷിപ്പ് ഏറ്റെടുക്കുകയും ഈ രീതിയിൽ ഈ ലോകത്ത് തന്നെ ബിൽഡ് ചെയ്യുന്ന ആളുകളായിട്ട് മാറിയിട്ട് വലിയ ഒരു ഓൺടർപ്രണർ ആയിട്ട് എലൈറ്റ് ക്ലാസ്സിലേക്ക് കയറി നിൽക്കുന്ന ആളുകളായിട്ട് മാറാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സെഷനോട് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ആൾ. വി ആർ ഓസ് യു ആർ ഓക്കെ. അപ്പോൾ ഇനി നിങ്ങളെ അടുത്ത ജോലി നമ്മൾ പറഞ്ഞു. ഈ പറഞ്ഞ രീതിയിൽ വി ആറുകളെ പോലെ തന്നെ നിങ്ങൾ നല്ല രീതിയിലുള്ള ഒരു ബിസിനസ്മാൻ ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് ആദ്യം 12 പ്രൊഡക്റ്റ് എത്രയും പെട്ടെന്ന് വിറ്റുകൊണ്ട് 12 പ്രൊഡക്റ്റ് വിറ്റുകൊണ്ട് ആ കസ്റ്റമറെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അടുത്ത ലെവലിലേക്ക് വളരുക. എല്ലാവർക്കും ഒരു ബിസിനസ്മാൻ ആയിട്ട് വളരാൻ ഒരു എലൈറ്റ് ക്ലാസ്സിലേക്കുള്ള ആ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. വിഷ് യു ആൾ ദി ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്.